വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് കൂടിയതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെയാണ് വീണ്ടും നമ്മൾ പതിവ് പോലെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ കുറെ ആഴ്ചകളായി നാം ചിന്തിച്ചുകൊണ്ടിരുന്ന ആ കാര്യത്തിന്റെ തുടർച്ച തന്നെയാണ് ഇന്നും നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസവും നമ്മൾ ഒരുമിച്ച് കൂടാനുണ്ടായ സാഹചര്യം ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ഒത്തിരി ബൃഹത്തായൊരു സബ്ജക്റ്റാണ്. അത് ഉടനെ പറഞ്ഞ് തീർക്കാൻ കഴിയാത്ത രീതിയിൽ ഇങ്ങനെ വികസിച്ചു വരികയാണ്. അതുകൊണ്ടാണ് ഈ ഒരാഴ്ച തന്നെ അഡീഷണൽ ആയിട്ട് ഒന്ന് രണ്ട് കൂടിവരവുകൾ നമ്മൾ കൂടി വന്നത്. അപ്പോൾ ആ വിഷയം പറഞ്ഞൊന്ന് മുന്നോട്ട് കൊണ്ടുപോയി അവസാനിപ്പിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതായത് നമ്മുടെ മലയാളക്കരയിലെ വളരെ പ്രസിദ്ധനായ ഒരു ശുശ്രൂഷകൻ അദ്ദേഹം ഇങ്ങനെ പറയുകയായിരുന്നു, ഈ പെന്തക്കോസ്ത് സമൂഹത്തിലുള്ള സ്ത്രീ പുരുഷന്മാര് കഴിഞ്ഞ നാളുകളിൽ അവരൊരു സമർപ്പണ ജീവിതത്തിലേക്ക് വന്നു. അവരുടെ ശരീരത്തെ ഒരു യാഗം എന്ന നിലയിൽ ബലിപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങനെ മുൻപോട്ട് പോയ ഒരു സാഹചര്യം. അപ്പൊ അതെല്ലാം ഒരു അബദ്ധമായി പോയിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നമ്മൾ ഈ മുഴു സമൂഹത്തോടും താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ആ സമൂഹത്തിലെ കൾച്ചറുകളും ഒക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് പോകേണ്ടവരായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു സമർപ്പിത ജീവിതത്തിലേക്ക്, അതായത് ഈ ബലിപീഠത്തിന്റെ കാഴ്ചകളും അങ്ങനെ ആ ബലിപീഠത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള നിലയിലേക്കൊക്കെ വരുമ്പോൾ അത് മറ്റ് ഇതര ക്രൈസ്തവ സമൂഹത്തിലൊന്നും ഉള്ള രീതിയല്ല. അപ്പൊ അവരെല്ലാം നമ്മെ നോക്കിക്കാണുന്ന ഒരു കൾട്ട് ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ നോക്കിക്കാണും. അങ്ങനെ നമ്മൾ ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ട നിലയിലായിപ്പോയി. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മുടെ പൂർവന്മാരെ അത്യാവശ്യം ശാഠ്യം പിടിച്ചു. ശാഠ്യം എന്ന് വെച്ചാൽ അവർ ഈ കാര്യത്തിലൊക്കെ വ്യക്തമായ ബോധ്യമുള്ളവരായിരുന്നു. അവരതിനകത്ത് അങ്ങനെ തന്നെ പോകണമെന്ന് ഒരു നിർബന്ധ ബുദ്ധിക്കാരായിരുന്നു. വചനം ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് അങ്ങനെ പോകണമെന്ന്. എന്നാൽ കാലാന്തരത്തില് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ റിസർച്ച് വിങ്ങുകൾ ആ കാര്യത്തെക്കുറിച്ച് കൂലങ്കഷമായി പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ഒരു ഞെട്ടലോടുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മളുടെ പെന്തക്കോസ്ത് സമൂഹം കഴിഞ്ഞ നാളുകളിൽ എടുത്ത തീരുമാനങ്ങളും കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം അതെല്ലാം വചനത്തിന് നിരക്കുന്ന കാര്യങ്ങളായിരുന്നില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എല്ലാം അബദ്ധമായി പോയി. അങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ച് മുൻപോട്ട് വന്നതുകൊണ്ട് ലക്ഷോപലക്ഷം ആൾക്കാർ ഇതിനകത്തേക്ക് ഒഴുകി വരേണ്ടതായിരുന്നു. ആ ഒഴുക്ക് നിലച്ചുപോയി. ഈ ഒരൊറ്റ കാരണത്താൽ അതെല്ലാം തടയപ്പെട്ടു എന്ന നിലയിലായിരുന്നു ആ മാന്യദേഹവും അദ്ദേഹത്തിന്റെ അനുചരവൃന്ദങ്ങളും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അത് ഇന്നത്തെ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപ്ലോഡ് ചെയ്ത് ലോകത്തിലുള്ള ആളുകളെ എല്ലാം അറിയിച്ചത്. അങ്ങനെ മലയാളക്കരയിലുള്ള പെന്തക്കോസ്തുകാരിൽ ഇനി അത് ആരും അറിയാനില്ല. കാരണം ഏതോ നൂറ്റാണ്ടുകളായിട്ട് കാത്തിരുന്ന ഒരു വാർത്ത കേട്ടതുപോലെയുണ്ട്. അപ്പൊ ഇതിനു മുമ്പ് ഈ കാര്യങ്ങളെ കുറിച്ച് മറ്റു ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് കുമ്പനാട് കേന്ദ്രീകരിച്ചുള്ള പ്രസിദ്ധമായ ആ ഒരു ഓർഗനൈസേഷന്റെ ഇപ്പൊ തലപ്പത്തിരിക്കുന്ന മൂന്നാം തലമുറക്കാരൻ അദ്ദേഹം ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഒരു വിവാദമോ അല്ലെങ്കിൽ ആ വിഷയം ഒരു വൈറലാകുകയോ അനേകർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ സംസാരിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതങ്ങനെ പറഞ്ഞു, അടുത്ത ദിവസങ്ങളിൽ അതങ്ങനെ പര്യവസാനിച്ചു പോയി. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് തുടർചലനങ്ങൾ. അതായത് ഈ സുനാമിയുടെ തിര വന്ന് അടിച്ചടിച്ച് പിന്നെയും വരുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ ഇതിൽ തുടർചലനങ്ങൾ ഒത്തിരി ഉണ്ടായി. തുടർചലനങ്ങൾ ഇതിനകത്ത് പ്രത്യക്ഷത്തിൽ രണ്ടു കൂട്ടം ആൾക്കാരെ നമ്മൾ കാണുന്നത്. കുറച്ചും കൂടെ സൂക്ഷിച്ചു നോക്കിയാൽ മൂന്ന് കൂട്ടം ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. അതായത് ഒരു കൂട്ടം ആൾക്കാർ ഇത് അണിഞ്ഞേ തീരൂ, കഴിഞ്ഞ നാളുകളിലെ മണ്ടത്തരങ്ങൾ അബദ്ധങ്ങൾക്ക് ഒരു പ്രായശ്ചിത്തം വരുത്തണം എന്ന് പറഞ്ഞ് ആ ഒരു നിലയിലേക്ക് വന്ന ഒരു കൂട്ടം ആൾക്കാർ. മറ്റൊരു കൂട്ടം ആൾക്കാര് ഞങ്ങള് വിട്ടുതരില്ല, ഇത് ഞങ്ങളുടെ പാരമ്പര്യമാണ്, ഞങ്ങളുടെ പൂർവന്മാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരും അവരുടെ നിലയിൽ. പിന്നെ മൂന്നാമതൊരു കൂട്ടരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. ആരെന്നാ ചെയ്താലും എനിക്ക് വിരോധമില്ല, ഇട്ടാലും കൊള്ളാം ഇട്ടില്ലേലും കൊള്ളാം, വന്നാലും കൊള്ളാം പോയാലും കൊള്ളാം എന്ന നിലയിലുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർ കുറച്ചൊന്നും അല്ല ഉള്ളൂ, അവരും നല്ലൊരു പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്ഷ്യമോ തീരുമാനമോ ചിന്തകളോ നിലപാടുകളോ ഒന്നും അവർക്കില്ല. അങ്ങനെയുള്ള ഒരു നല്ല കൂട്ടം ആൾക്കാരുണ്ട്. അപ്പൊ ഇതിനോട് വിയോജിക്കുന്നവര്, അനുകൂലിക്കുന്നവര്, പിന്നെ ഈ പാസീവായിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള വിവിധ ഗ്രൂപ്പുകളെല്ലാം ഇതിനകത്തുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് നമ്മൾ അടുത്ത് ഇടപഴകുകയും അവരോട് ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ ബ്രദർ ഈ കാര്യത്തെ എതിർക്കുന്നത്? അതായത് ഇത് അണിയണ്ട, ധരിക്കണ്ട എന്നുള്ള വിഷയത്തില് ബ്രദറിന്റെ എതിർപ്പ് എന്താണ്? ബ്രദർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിന്റെ ബിബ്ലിക്കൽ സ്റ്റാൻഡ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ ചില വാക്യങ്ങളൊക്കെ അവര് ഇങ്ങനെ കൊണ്ടുവരും. അതായത് ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ചിട്ടുള്ളവരുണ്ട്, അവരുടെ കാര്യമല്ല, ഞാൻ പൊതുവിലാ പറയുന്നത്.
പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ആവേശ കമ്മിറ്റിക്കാരുണ്ട്, അത് ഈ ഗ്രൂപ്പുകളിലെല്ലാം ഉണ്ട്. അപ്പം അവർ ചുമ്മാ അങ്ങ് എതിർക്കുകയാണ്, ഇതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ചൊന്ന് പഠിക്കാനോ ഇരുന്ന് ചിന്തിക്കാനോ അവർക്ക് സമയമില്ല. അവർ പണ്ട് കാലത്ത് കരുവേലകത്തിന്റെ ചോട്ടിൽ കുഴിച്ചിട്ടു എന്നുള്ള വാക്യം കൊണ്ടാണ് അവർ ഓടിക്കതിച്ചു വരുന്നത്. അങ്ങനെ കുറച്ച് വാക്യങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അതല്ലാതെ വളരെ ആഴത്തിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള സമഗ്ര പഠനമോ ചിന്തകളോ ഒന്നും അവരുടെ കയ്യിലുമില്ല. ഇനി അനുകൂലിക്കുന്ന വിദ്വാൻമാർ, ഇത് വേണമെന്ന് പറയുന്ന ആൾക്കാർ, അവരുടെ കയ്യിലും ഫലപ്രദമായ ഒന്നുമില്ല. അതിൽ വളരെ രസകരമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇതിനുവേണ്ടി വാദിക്കുന്ന ആളുകളാണ് ശരിക്കും ഇരുട്ടത്ത് നിൽക്കുന്നത്. മറ്റവരുടെ കയ്യിൽ രണ്ടുമൂന്ന് വാക്യമെങ്കിലും ഉണ്ട്, ഇവരുടെ കയ്യിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇവരുടെ വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൊസൈറ്റിയിൽ ഒറ്റപ്പെട്ടു പോകുന്നു, മറ്റുള്ളവരൊക്കെ നോക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു കുറച്ചിൽ പോലെ തോന്നുന്നു, അങ്ങനെ വാക്യമില്ല ഇങ്ങനെ വാക്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ വരും. മറുചോദ്യം കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു, ഓക്കെ, നിങ്ങൾ പറഞ്ഞ രീതിയിൽ പുതിയ നിയമത്തിൽ ഇത് ധരിക്കണ്ട എന്നുള്ള വാക്യം ഉണ്ടോന്നല്ലേ അവര് നമ്മളോട് ചോദിച്ചു വന്നതൊക്കെ. അപ്പൊ നമ്മൾ തിരിച്ചു ചോദിച്ച ചോദ്യങ്ങൾ എന്താ? പുതിയ നിയമത്തിൽ ഇത് ധരിക്കണമെന്ന് കർത്താവ് നേരിട്ടോ അപ്പോസ്തലന്മാർ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സഭാപിതാവ് വഴിയോ ഒക്കെ പറഞ്ഞതായിട്ടുള്ള എന്തെങ്കിലും സൂചനകളുണ്ടോ? നിങ്ങളുടെ ശരീരത്തിൽ ഇന്ന ഭാഗങ്ങളില് ഇത്ര അളവില് ഇത് ധരിക്കണം, ഉപയോഗിക്കണം എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു വാക്യമോ മുറിവാക്യമോ എന്തെങ്കിലും ഒരു ചെറിയ സൂചനയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊന്നും അവർ ഉത്തരം തരില്ല. പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരും. അവർക്ക് ദേഷ്യം വന്നിട്ട് നമ്മളെ ഒരു ചീത്ത വിളിക്കും, നിങ്ങൾ പരീശനാണ്, നിങ്ങൾ കാലഹരണപ്പെട്ടു പോയ ആളാണ്, നിങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മുഗളന്മാരുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളാണെന്ന് വരെ വേണേ പറഞ്ഞു കളയും. നമ്മൾ നരേന്ദ്രമോദിയുടെ കാലത്ത് ജീവിച്ചിരിക്കുക, എന്നാലും പറഞ്ഞു കളയും ഇങ്ങനെ മുഗളന്മാരുടെ കാലത്തുള്ളതാന്ന്. ഒന്നാം പാനിപ്പത്ത് യുദ്ധമേ അതൊക്കെ നടന്ന കാലത്ത് ജീവിച്ചിരിക്കുക എന്ന് വേണേ പറഞ്ഞു കളയും. ഫലപ്രദമായ ആൻസർ ഇല്ല, ഫലപ്രദമായ ആൻസർ ഇല്ല. അവരുടേതായ ഒരു വലിയ ഗ്യാങ് ഉണ്ട്. ഉയ്യോ, ഈ ബുദ്ധിജീവി പാസ്റ്റർമാരുണ്ട്, ഒത്തിരി ബുദ്ധിജീവി പാസ്റ്റർമാരുണ്ട്. അതെ അതെ, അവര് സമൂഹത്തിൽ നല്ല നിലയും വിലയും ഒക്കെ ഉള്ളവരാ. അവരിൽ ചിലരൊക്കെ സത്യവചനത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവ്, നിത്യത, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഊന്നലൊക്കെ കൊടുക്കുന്നവരൊക്കെ തന്നെയാണ്. പക്ഷെ ഈ വിഷയത്തെക്കുറിച്ച് അവർക്ക് ഒന്നും മിണ്ടാനില്ല, ഒന്നും പറയാനില്ല. ഇത് ഇതിങ്ങനെ സംസാരിച്ചു വരുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങളെ ധരിപ്പിക്കാം, എന്നിട്ട് നമ്മുടെ ആ കാതലായ കാര്യത്തിലേക്ക് നമുക്ക് കയറാം. അതായത് വിദേശത്തുള്ള ഇച്ചിരി മഞ്ഞ് പെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെയുള്ള നമ്മുടെ ഒരു സ്നേഹിതനെ കാലങ്ങൾക്ക് ശേഷം ഒരു പ്രത്യേക കാര്യത്തിന് ഞാൻ ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് കണ്ടിട്ട് അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. അതായത് എനിക്ക് അറിയേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെ തന്നു കഴിഞ്ഞിട്ട് അത്യാവശ്യം കുശല പ്രശ്നമൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് വന്ന് സമകാലീനമായ ആത്മീയ വിഷയങ്ങളിലേക്കൊക്കെ ഞങ്ങൾ പതിയെ ഒന്ന് എത്തി നോക്കി. അദ്ദേഹം വിദേശത്തായിരിക്കുന്ന ആ കൂട്ടായ്മയെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവിടെ മഞ്ഞ് പോയിട്ട് ഒന്നും പെയ്യുന്നില്ലാത്തൊരു കൂട്ടായ്മയാണ്, വരണ്ട് കിടക്കുകയാണ്. പക്ഷെ പുള്ളിക്ക് അത് മനസ്സിലായിട്ടില്ല, ഭാര്യയ്ക്ക് മനസ്സിലായിട്ടില്ല, ഭർത്താവിനും മനസ്സിലായിട്ടില്ല, രണ്ടുപേർക്കും അങ്ങനെ മനസ്സിലായിട്ടില്ല. പക്ഷെ അവര് സന്തോഷത്തോടെ അങ്ങനെ ജീവിച്ചു മുന്നോട്ട് പോവുകയാണ്. അപ്പം അവരുടെ ആ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ അതിനകത്ത് നാട്ടിൽ നിന്നൊക്കെ വരുന്ന പെന്തക്കോസ്ത് പാസ്റ്റർമാര് അവിടെ വന്ന് ശുശ്രൂഷിക്കും, ന്യൂജൻ പെന്തിക്കോസ്ത് പാസ്റ്റർമാർ അവിടെ വന്ന് ശുശ്രൂഷിക്കും. അങ്ങനെ മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ്. പക്ഷെ നമ്മുടെ വാത്സല്യ സഹോദരൻ അതിനെക്കുറിച്ച് കാര്യമായ ഗ്രാഹ്യമൊന്നുമില്ല. അദ്ദേഹത്തിന് വളരെ പ്രിയമുള്ളൊരു പാസ്റ്ററാണ് ഞാൻ, വളരെ പ്രിയമുള്ളൊരു പാസ്റ്റർ. ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോ ഈ സംഭവിച്ച ഈ കാര്യങ്ങളിലൊക്കെ ജെൻസികൾക്കൊക്കെ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ പാസ്റ്റർ എന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചാൽ, ജെൻസികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ കാരണം, അല്ല ഇപ്പോ മറ്റേ വലിയ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞല്ലോ, വേറെ ആരൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് എതിർക്കുകയോ പറയുകയോ അതൊക്കെ ചെയ്യുന്നുണ്ട്, ജെൻസികൾ കൺഫ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് പുള്ളി പറയുന്നത്. ക്രിസ്തീയ സഭ ആരംഭിച്ച എന്നാന്ന് ചോദിച്ചു. ഏകദേശം AD 30 ബന്ധത്തിൽ ഇത് ആരംഭിച്ചതല്ലേ. ആ ആരംഭിച്ച കാലത്ത് ജെൻസികളോ യൗവനക്കാരോ ഒന്നും അങ്ങനെ അധികം വന്നിട്ടുണ്ടാവില്ല. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വന്ന് കാണുമല്ലോ, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഏതായാലും വന്നിട്ടുണ്ട്. ഈ വന്ന ആളുകൾക്കൊക്കെ പിന്നെ പിള്ളേരുണ്ടായിട്ടുണ്ടല്ലോ, അവരൊക്കെ വളർന്നിട്ടുണ്ട്, അവരൊക്കെ ഈ പറഞ്ഞ ജെൻസിയൊക്കെ ആയിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ജെൻസി ഉണ്ടായിരുന്നു, 2-ാം നൂറ്റാണ്ടിൽ ജെൻസി ഉണ്ടായിരുന്നു, 3-ാം നൂറ്റാണ്ടിൽ ജെൻസി ഉണ്ടായിരുന്നു. അത് ഈ കാലത്ത് മാത്രമുള്ളോ ജെൻസി? ഈ കാലത്ത് ഇന്റർനെറ്റ് കണ്ടുപിടിച്ചു എന്ന കാരണത്താലാണോ ജെൻസി ഉണ്ടായത്? എല്ലാ കാലത്തും ജെൻസി ഉണ്ടെന്നേ. ക്രിസ്തീയ സഭ ആരംഭിച്ച സമയം മുതൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അന്നുള്ള യൗവനക്കാരെയൊക്കെ എങ്ങനെയായിരിക്കും അപ്പോസ്തലന്മാര് കൈകാര്യം ചെയ്തത്? അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ ട്രീറ്റ്മെന്റുകളെല്ലാം കൊടുക്കുമായിരുന്നോ? ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നതാണ് സമാഗമന കൂടാരത്തിന്റെ അതിവിശുദ്ധ സ്ഥലം. അവിടെ പെട്ടകം ഇരിപ്പുണ്ട്. പെട്ടകത്തിൽ വിശേഷപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് മന്ന, പൊൻപാത്രത്തിൽ ഇരിക്കുന്ന മന്ന.
അപ്പൊ ആ മന്നയെ കുറിച്ച് ചിന്തിച്ചും ധ്യാനിച്ചും ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ കണ്ടെത്തിയ കാര്യം എന്താ? മന്ന രാത്രിയിൽ പൊഴിയും, പ്രഭാതത്തിൽ ജനം അത് പെറുക്കും. അങ്ങനെ പെറുക്കിയെടുക്കുന്ന മന്ന അതിനെ തിരികലിൽ പൊടിച്ചെടുത്ത് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം അതുകൊണ്ടാണ് പാകം ചെയ്യുന്നത്. അത് വൃദ്ധർക്കുള്ളത്, യൗവനക്കാർക്കുള്ളത്, മധ്യവയസ്കർക്കുള്ളത്, കുഞ്ഞുങ്ങൾക്കുള്ളത്, എല്ലാവർക്കും ഈ ഒരു മന്നയിൽ നിന്നുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. എല്ലാവർക്കും അത് തിന്ന് തൃപ്തിയാകുന്നുണ്ട്. അത് തിന്നുന്നവർക്കെല്ലാം അത്യാവശ്യം ആരോഗ്യവും ബലവും ലഭിക്കുന്നുണ്ട്. അവരിൽ ആരും ക്ഷീണിച്ചിരിക്കുന്നതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അവർക്ക് അത് നല്ല പോഷണമായി ബലമായിട്ട് മാറുന്നുണ്ട്. അപ്പം ഇന്നവർക്ക് ഇന്നത്, മറ്റവർക്ക് അങ്ങനെയൊന്നും പൊഴിയുന്നില്ലല്ലോ. പൊഴിയുന്നത് ഒരുപോലെ തന്നെയാണ്. അതെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുകയാണ്. അതുപോലെ തന്നെയല്ലേ ആദ്യ നൂറ്റാണ്ടിലും പിന്നത്തെ നൂറ്റാണ്ടിലും എല്ലാ നൂറ്റാണ്ടിലും ജെൻസി ഉണ്ട്, പ്രായമുള്ളവരുണ്ട്, എല്ലാവരും ഉണ്ട്. അതുപോലെ പെന്തക്കോസ്റ്റ് മൂവ്മെന്റ് ആരംഭിച്ച കാലത്ത് ഇവിടെ ജെൻസി ഇല്ലായിരുന്നോ? അതെയോ? പെന്തക്കോസ്റ്റ് മൂവ്മെന്റ് ആരംഭിച്ച കാലത്ത് 80 വയസ്സിന് മേലുള്ള ആൾക്കാർ മാത്രമായിരുന്നു പെന്തക്കോസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ സൈസ് ആൾക്കാരും എല്ലാ കാലത്തും ഉണ്ടെന്നേ, എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാതലായ പ്രശ്നം പരിശുദ്ധാത്മാവിന്റെ ചലനം വേണ്ട വിധത്തിലില്ല. അന്യഭാഷ മാത്രമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ല. അതുകൊണ്ടാണ് പ്രതിസന്ധികൾ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരുപറ്റം ദൈവദാസന്മാരുടെ നടുവിൽ ദൈവവചനം പങ്കുവെക്കുകയായിരുന്നു. ആ ദൈവദാസന്മാരെല്ലാം വളരെ സമർപ്പിതരായ ദൈവദാസന്മാരാണ്. സത്യത്തിന് വേണ്ടി നിൽക്കണം, പത്യോപദേശത്തെ മുറുകെ പിടിക്കണം. ഇന്നത്തെ ഈ ചർച്ച് പൊളിറ്റിക്സ് ഒന്നുമായി ബന്ധപ്പെട്ട ഒരിക്കലും അതിനകത്ത് ഇൻവോൾവ് ആകേണ്ട ആവശ്യമില്ല. തരക്കേടില്ലാത്ത ഓർഗനൈസേഷനിലെ പാസ്റ്റേഴ്സ് തന്നെയാണ്. അവരും അവരുടെ ഭാര്യമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇന്നത്തെ ഈ പ്രതിസന്ധിയൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് പിന്നത്തേതിൽ ദൈവവചനം പറയേണ്ട സമയം വന്നു. അപ്പം അന്ന് ഞാനാണ് ദൈവവചനം പങ്കുവെച്ചത്. അങ്ങനെ അന്ന് ഇരമ്യാവിന്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ നിന്നാണ് ദൈവവചനം ധ്യാനിച്ചത്. അതായത് വരൾച്ചയെ കുറിച്ച് ഇരമ്യാവിനുണ്ടായ ഒരു അരുളപ്പാടാണ് വരൾച്ച. അതായത് യഹൂദ ദുഃഖിക്കുന്നു, അതുപോലെ ദേശത്ത് മഴയില്ലായകയാൽ ഒഴുകുന്നവര് അവര് ദുഃഖിച്ച് വിഷണ്ണരായിരിക്കുകയാണ്. അതുപോലെ നിലം ഉണങ്ങി വരണ്ട് കിടക്കുന്നു. വെള്ളത്തിനായി പോയ കുലീനന്മാര് വെള്ളം അന്വേഷിച്ചപ്പോ അവിടെ ഒരു തുള്ളി വെള്ളമില്ല. അങ്ങനത്തെ വല്ലാത്തൊരു പശ്ചാത്തലം. അപ്പൊ ആ പശ്ചാത്തലത്തില് അതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തിയത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ശക്തമായിട്ടുണ്ടെങ്കിൽ അവിടെ അതായത് നിലം ഉണങ്ങി വരണ്ട് കിടക്കുന്നു എന്ന് പറയുമ്പോൾ പാടശേഖരം എന്നുള്ള രീതിയിൽ ചിന്തിച്ചോ. പാടശേഖരം നമ്മൾ പറയില്ലേ, കണ്ടങ്ങൾ എന്നൊക്കെ പറയുമല്ലോ. അപ്പം അങ്ങനെ ഈ മഴ പെയ്യുമ്പോൾ ഈ വരമ്പുകളൊക്കെ അപ്രത്യക്ഷമാകും. അങ്ങനെ പാടത്ത് ഇങ്ങനെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ആ ഒരു തലത്തിലേക്ക് വരും. അപ്പൊ ഈ സംഘടനാ സ്പിരിറ്റോ അങ്ങനെ വേർതിരിവുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ പ്രവർത്തനം വരുമ്പോൾ, വചനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, ഉപദേശത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, അങ്ങനെ വരുമ്പോൾ ദൈവസഭ ആ പഴയ നിലയിലേക്ക് എത്തും. അപ്പോ ഞങ്ങള് വിഷയങ്ങൾ ഗൗരവമായി ചിന്തിച്ചു, ധ്യാനിച്ചു. ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെട്ടു. അതല്ല ഇവിടെ പറയാൻ പോവല്ല. അങ്ങനെ കാര്യങ്ങളെല്ലാം വെളിപ്പെട്ട് വന്നപ്പോൾ ഒടുക്കം വിലാപങ്ങളുടെ പുസ്തകത്തിലെ ആ വാക്യം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങള് അവസാനിപ്പിച്ചത്. അതൊരു ഹൃദയവേദനയോടെയായിരുന്നു. യഹോവയെ ഞങ്ങളെ മടക്കി വരുത്തണമേ, ഞങ്ങളെ പണ്ടേയുള്ള നല്ല കാലത്തിലേക്ക് മടക്കി വരുത്തണമേ, ആ പണ്ടേയുള്ള നല്ല കാലം ഞങ്ങൾക്ക് വീണ്ടും നൽകണമേ എന്നുള്ള ആ ഒരു പ്രവാചക സ്വരം. പ്രവാചകൻ അത് വേദനയോടെയാ പറയുന്നത്. ആ വേദനയോടെ തന്നെ ഞങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. അപ്പോ പറഞ്ഞു വന്നത് എന്താ, ഈ ഇന്നത്തെ ജെൻസി പിള്ളേരുടെ ഒക്കെ കാര്യം പറയുമ്പോൾ വിഷയം ഇത്രയേ ഉള്ളൂ: ശരിയായ സത്യവചനം ഘോഷിക്കപ്പെടുന്നില്ല. അവർക്ക് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുമാറ് ചർച്ചസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പഠിപ്പിക്കുന്നില്ല. പഠിപ്പിച്ചാൽ ഏത് ജെൻസിക്കാ മനസ്സിലാകില്ലാത്ത? ആറ്റം ബോംബൊക്കെ ഉണ്ടാക്കുന്ന കാര്യമായി പിള്ളേര് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നത്. ഞാനും നിങ്ങളും പണ്ട് സ്കൂളിലും കോളേജിലും പഠിച്ച പോലത്തെ ഒരു സബ്ജക്റ്റ് ഒന്നും അല്ല ഇപ്പൊ പഠിക്കുന്നത്. വളരെ ഡെപ്തുള്ള വിഷയങ്ങളാണ്. ഞാനൊക്കെ പണ്ട് ഫിസിക്സ് പഠിച്ച ആ ഫിസിക്സ് ഒക്കെ ഇന്ന് 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ ഒക്കെ ആയിരിക്കും പഠിക്കുന്നത്. അത്രമേൽ കാര്യങ്ങൾ മുൻപോട്ട് പോയിരിക്കുന്നു. അങ്ങനെ ഒരു കാലമാണ്. അപ്പൊ ഇതൊക്കെ പഠിക്കാനും കാണാനും കേൾക്കാനും ഒക്കെ കഴിവും വാസനയൊക്കെയുള്ള ഈ കുട്ടികളുടെ മുമ്പാകെ ഈ സത്യവചനം നമ്മൾ തുറന്നു വെച്ചു കഴിഞ്ഞാൽ അവർ ഗ്രഹിക്കില്ലെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അവർ ഗ്രഹിക്കില്ലേ? അവർക്ക് മനസ്സിലാകില്ലേ? അല്ല, ഇത്രയും വയസ്സായ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ പവർഫുൾ ആയിട്ടുള്ള തലച്ചോറുള്ളവരല്ലേ അവർക്ക് മനസ്സിലാവും. അപ്പൊ അവരുടെ നടുവില് ഇങ്ങനെയുള്ള കാര്യങ്ങള്, ഓരോരോ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നില്ലെന്ന്. ഇപ്പൊ ഇതൊരു വിഷയമാണ്. ചോദ്യങ്ങൾ ഒത്തിരിയുണ്ട്. അതായത് ഇന്ന് ഞാൻ സംസാരിച്ച സഹോദരനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ ഒരു വിഷയം ഇങ്ങനെ റൈസ് ചെയ്തു വന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട ഓർഗനൈസേഷനാണ് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ.
അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരൊക്കെ ഉള്ള ഒരു കൂട്ടമാണ്. അപ്പം ആ കൂട്ടത്തിന് ഇവിടെ ഉള്ള തലവന്റെ പേരാണ് അവരുടെ ഓവർസീർ എന്ന് പറയും. ഓവർസീർ, ഈ ദേശത്ത് ഒരു ഓവർസീർ ഉണ്ട്. പിന്നെ അതിന്റെ ഏഷ്യ പസഫിക് എന്നൊക്കെ പറഞ്ഞ് അടുത്തൊരാൾ അതിന് മുകളിലുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ഇന്റർനാഷണൽ ഓവർസീർ ഉണ്ട്. അദ്ദേഹം അങ്ങ് അമേരിക്കയിലെ ടെനാസിയിലായിരിക്കുന്നത്. ഇവിടുത്തെ നാടൻ ഓവർസീറിന്റെ ഭാര്യയോ ഓവർസീറോ അദ്ദേഹത്തിന്റെ മക്കളോ ഈ ഓർണമെന്റ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല, യാതൊന്നും ഉപയോഗിക്കുന്നില്ല. പച്ച പരമാർത്ഥികളായിട്ടാണ് അവർ ഈ MC റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത്. അതേസമയം അവരുടെ ഇന്റർനാഷണൽ ഓവർസീറിന്റെ ഭാര്യയും ഭർത്താവിനെയും അടുത്ത ദിവസം ഞാൻ ശ്രദ്ധിച്ചു. ഭാര്യയുടെ കുണുക്കൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ഈ മൊട്ട് പോലത്തെ ഇതൊന്നും അല്ല. കയ്യിലും കാതിലും അവിടെ ഇവിടെ ഒക്കെ ഒത്തിരി ഉണ്ട് ഇന്റർനാഷണൽ ഓവർസീറിന്റെ. അപ്പൊ ഒരു ജെൻസി സംശയിക്കുന്നതില് അവനെ തെറ്റു പറയാൻ കഴിയില്ല. ജെൻസി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക, ലോക്കൽ ഓവർസീറിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കാർക്കും ആർക്കും ഒന്നുമില്ല. അവര് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പരമാർത്ഥികളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇന്റർനാഷണൽ ഓവർസീർ, അതായത് എല്ലാത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഓവർസീർ അല്ലേ, ആ ഓവർസീറിന്റെ ഭാര്യയും ഓവർസീറും മക്കളും എല്ലാം, അതൊരു ചെറിയ തോതിലൊന്നും അല്ല, വലിയ തോതിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അത് എന്തായിരിക്കും എന്ന് ജെൻസി ചിന്തിക്കും. ഞാൻ പറഞ്ഞു, മിസൈലും ബോംബും ഒക്കെ ഉണ്ടാക്കാൻ പഠിക്കുന്ന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ആ പിള്ളേരാണ് ഇന്നത്തെ പിള്ളേര്. എന്നുവെച്ചാൽ അവർ ഉയർന്ന തലത്തിലല്ലേ പഠിക്കുന്നത്. അവരങ്ങനെ ചിന്തിക്കുമ്പോൾ അവർക്ക് കൃത്യമായ മറുപടി കൊടുക്കണ്ടേ? കൃത്യമായ മറുപടി കൊടുക്കണം. അതുപോലെ തന്നെ 1-2 വർഷം പിറകില്, അത് എത്ര നാളായെന്ന് ഞാൻ സൂക്ഷ്മം ഓർക്കുന്നില്ല, ഈ കോട്ടയം പട്ടണത്തില് വലിയ ഒരു പ്രോഗ്രാം നടന്നു. വലിയ മാമാങ്കെന്നോ എങ്ങനെ വേണേലും കൂട്ടിക്കോ. അതായത് ഒരു പ്രസിദ്ധമായ ചാനൽ ഉണ്ടല്ലോ, ആ ചാനലിന്റെ ഒക്കെ നേതൃത്വത്തില് അങ്ങനെ പ്രസിദ്ധരായ ആളുകള്, ഞങ്ങളുടെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആളുകൾ വന്ന് അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ആ വലിയ പ്രോഗ്രാമിൽ വർഷിപ്പ് ലീഡ് ചെയ്യുക എന്നുള്ള ആ കാര്യത്തിന് ഒരു അമേരിക്കൻ ലേഡിയാണോ ആഫ്രിക്കൻ അമേരിക്കയാണോ അങ്ങനെ മറ്റുമാണ്, അങ്ങനെ ഒരു ലേഡി ആയിരുന്നു, അവരുടെ ടീം ആയിരുന്നു വന്ന് ഈ വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്. നോക്കണം, അതിൽ ജെൻസിയുടെ ചിന്ത എന്താന്ന് ഞാൻ പറയാം. അങ്ങനെ അവര് ഈ പറഞ്ഞ എല്ലാം ധരിച്ചുകൊണ്ട് അവരുടെ കാര്യപരിപാടികളൊക്കെ അവിടെ നടന്നു. അതിന്റെ കൂട്ടത്തില് ഈ സ്റ്റേജിന്റെ ഒരു ഓരത്ത്, ഈ ബൃഹത്തായ സ്റ്റേജിന്റെ ഓരത്ത് ദേശത്തുള്ള എല്ലാ ചർച്ചുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പാടുവാൻ വാസനയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും, അങ്ങനെ അവരെല്ലാം വെള്ളവസ്ത്രധാരികളായി, അവരാരും ആഭരണമൊന്നും ഉപയോഗിക്കുന്നവരല്ല, അല്ലാത്ത രീതിയിലാണ് അവരെങ്ങനെ അച്ചടക്കത്തോടെ നിരനിരയായിട്ട് നിന്ന് അവർ ഈ പറഞ്ഞ നിലയിൽ ആ കൊയറിന്റെ ഭാഗമായി നിന്ന് നല്ല രീതിയിൽ അവർ പാട്ടൊക്കെ പാടുന്നു. അപ്പൊ അവിടെ ജെൻസി എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാവോ? ഇതെന്താ ഇരട്ടത്താപ്പ? ഈ പിള്ളേരെല്ലാം ഇങ്ങനെ വെള്ളയിട്ട് ഇങ്ങനെ അച്ചടക്കത്തോടെ ഇങ്ങനെ നിൽക്കുന്നു, മറു സൈഡിൽ ഈ വന്ന വർഷിപ്പ് ലീഡറും അവരുടെ ടീമെല്ലാം മോസ്റ്റ് മോഡേൺ ആയിട്ട് നിന്നുകൊണ്ട് അവര് തകർക്കുന്നു. അപ്പൊ അതെന്താ ഈ രണ്ടു കൂട്ടരും ഇങ്ങനെ, ഇവർ രണ്ടുപേരും 2 സ്വർഗത്തിൽ പോകുന്നവരാണോ? ഇവര് രണ്ടുപേരും 2 ആത്മാവാണോ നയിക്കുന്നത്? ഇതൊക്കെ ഒരു ജെൻസി ചിന്തിച്ചാൽ ജെൻസിനെ കുറ്റം പറയാൻ പറ്റുമോ? ജാൻസി അല്ല, ജെൻസി. അപ്പൊ ജെൻസിനെയും ജാൻസിനെയും ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അതൊക്കെ മനുഷ്യന്റെ ഉള്ളിൽ സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞു വരുന്ന ചോദ്യങ്ങളാണ്. ഇതെന്തിനാ ഞാൻ ഇത്ര നീട്ടിപ്പരത്തി പറഞ്ഞെന്ന് മനസ്സിലായോ? ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ച വാത്സല്യ സഹോദരൻ, അവനായിരിക്കുന്ന ആ ദേശത്ത് മലയാളക്കരയിലെ ചില പ്രായമുള്ള പാസ്റ്റർമാരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സഞ്ചരിക്കുന്നതിന്റെയും ആ ദേശത്തിന്റെ പ്രത്യേകതയും, അവിടെ ചൂടുവെള്ളം ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട്, പച്ചവെള്ളം ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നുണ്ട്, പിന്നെ അവിടുത്തെ ആ പാലത്തിന്റെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് യൂട്യൂബിൽ ഇടുന്നുണ്ട്. വളരെ പ്രസിദ്ധരായവര്, ഈ വ്ളോഗർമാര് ചെയ്യുന്ന പണിയാണ് ശരിക്കും അതൊക്കെ. ചില പാസ്റ്റേഴ്സ് ഇങ്ങനെ അമേരിക്കയിൽ പോയി, ഈ ഇറ്റലി പോയി, അങ്ങനെ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുന്ന കാണാം. അതെല്ലാം വ്ളോഗേഴ്സ് ചെയ്യേണ്ടതാണ്. അവരുടെ കയ്യിൽ ഏറ്റവും വിലപിടിപ്പുള്ള മനോഹരമായ ക്യാമറകളാണ്. ആ ക്യാമറയിൽ വ്ളോഗേഴ്സ് അതൊക്കെ എടുത്തിട്ട് അവര് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ മനോഹരമായിരിക്കും. ഈ പാസ്റ്റർമാർക്കൊന്നും ആംഗിൾ അറിയില്ല. വീഡിയോ എടുക്കാനൊക്കെ അതിന് പല ആംഗിളുകളുണ്ട്. ആ ആംഗിളുകളൊക്കെ നോക്കി അതിന്റെ ലൈറ്റും അതിന്റെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ വ്ളോഗൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ ചുമ്മാ എന്താ അതിന്റെ അതുകൊണ്ടല്ലോ പ്രയോജനമല്ലോ ഉണ്ടോ? ഒരു പ്രയോജനമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇവര് ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എല്ലാം പറയാണ്. ഇവിടെ ജെൻസി കേഴുകയാണ്. പുതിയ നിയമത്തിൽ വാക്യമുണ്ടോ, പഴയ നിയമത്തിൽ വാക്യമുണ്ടോ? വിശ്വപ്രസിദ്ധനായ ഉപദേശി ഇതാ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അബദ്ധമായി പോയിന്ന്. അപ്പൊ ജെൻസി ആരോടും പറയാതെ തേങ്ങുകയാണ്. ഇതിനകത്ത് വാസ്തവമുണ്ടോ? അദ്ദേഹം പറയുന്നതാണോ സത്യം? ഇതേണ്ട ആ ബാംഗ്ലൂരുകാരന് ഉപദേശി കിടന്ന് പുള്ളി കുറെ ആഴ്ചകളായി വേളം വെച്ചോണ്ടിരിക്കുക. ഇതിലിപ്പോ ആര് പറയുന്ന കർത്താവേ സത്യം? വാക്യമുണ്ടോ വാക്യമില്ലയോ? അപ്പൊ ശരിക്കും എന്റെയൊക്കെ തലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം അങ്ങ് നരയ്ക്കാത്തോണ്ട് പറയുന്ന കാര്യത്തിൽ ഒരു ആധികാരികത, ഒരു ഒതന്റിസിറ്റി ഇച്ചിരി കുറവായിരിക്കും.
അപ്പൊ ഇങ്ങനെ മൊത്തം നരച്ച് പഞ്ഞിക്കുടം പോലെ നരച്ച ഉപദേശിമാർ ഇങ്ങനെ അമേരിക്ക, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, യൂറോപ്പ്, ലണ്ടൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട്. പ്രായമുള്ളവരൊക്കെ, ശുശ്രൂഷയിലൊക്കെ ദീർഘകാലത്തെ എക്സ്പീരിയൻസ് ഉള്ളവർ. ഒരാള് വായി തുറന്നൊരു അക്ഷരം പറയാൻ. ഈ വിഷയത്തെക്കുറിച്ച് ചിലരൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരു സമഗ്ര പഠനം ഇവരാരും കൊണ്ടുവരുന്നില്ല. ഈ വിഷയത്തിൽ ഒരു 5-6 മെസ്സേജ് അടുപ്പിച്ച് പറഞ്ഞത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ മെസ്സേജുകളൊക്കെ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ഇവരെന്തോ തുനിഞ്ഞാണ്, ഇവർക്ക് എന്തോ ഭയങ്കര വിരോധമുണ്ട്, ജുവലറിക്കാരോട് ഇവർക്ക് എന്തോ ദേഷ്യമുണ്ട് എന്നൊക്കെ വേണേ ആൾക്കാർ ചിന്തിക്കും. നമ്മെ സംബന്ധിച്ച് നമ്മളിതൊരു അവസരമായി കണ്ടുകൊണ്ട് ഈ വിഷയത്തിന്റെ ചുരുളുകൾ അഴിക്കാനും പഠിക്കാനും അതുപോലെ ഇതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് മനസ്സിലായോ? അതായത് ഞാൻ സംസാരിച്ച വിദേശത്തുള്ള വാത്സല്യ സഹോദരനോട് ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ജെൻസി കൺഫ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ ജെൻസിനെ ധരിപ്പിക്കാനും പഠിപ്പിക്കാനുമായിട്ട് ഇത്രയും തലനിരച്ച തലമൂത്ത ശുശ്രൂഷകരുണ്ടല്ലോ നമ്മുടെ നാട്ടില്. അവര് തുനിഞ്ഞിറങ്ങട്ടെ. അവര് വീഡിയോ ഒക്കെ പിടിക്കുന്ന ആൾക്കാരല്ലേ. ഇതുപോലെ അവര് ആളുകളെ കൂട്ടിയിരുത്തി പഠിപ്പിച്ചും വീഡിയോ എടുത്തും അതൊക്കെ അപ്ലോഡ് ചെയ്ത് ജനത്തെ ബോധവൽക്കരിക്കട്ടെ. നമുക്കിത് ആവശ്യമുണ്ട്, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം. നമുക്കിത് ആവശ്യമില്ല, ഇല്ലെങ്കിൽ എന്താണെന്ന് പറയണം, തെളിയിക്കേണ്ടി വരും. അതൊക്കെ തെളിയിച്ച് അടുത്ത തലമുറയെ ഉറപ്പിക്കണം. ഇത് ഒരു ബോധമില്ലാതെ ഇറങ്ങി വന്നതല്ല, ഇതൊരു ബോധക്കേടല്ല ഈ പറയുന്നത്. ഇതിനകത്തെ ഗൗരവം വളരെ വലുതാണ്. പാപത്തിന്റെ പടുകുഴി കിടന്ന നമ്മെ കൃപയാൽ അവിടെ നിന്ന് ഉദ്ധരിച്ചു. അങ്ങനെ നാം ദൈവരാജ്യത്തിൽ വന്നതാണ്. ആ ദൈവരാജ്യത്തിൽ വന്ന നാം പുതിയ നിയമത്തിന്റെ രാജാക്കന്മാരാണ്. നാം പുതിയ നിയമത്തിന്റെ പുരോഹിതന്മാരാണ്. നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ഒരു ആഴമാണ് അവിടെ വെളിപ്പെട്ടു വരുന്നത്. അപ്പൊ അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടത് എന്താ? ഇതിന് വാക്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനാണ് സമർപ്പിത ജീവിതത്തിന്റെ ആഴമാ തുറന്ന് കൊണ്ടുവന്നത്. അങ്ങനെ തുറന്ന് കൊണ്ടുവന്ന ആ കാര്യങ്ങൾ കേൾക്കുന്ന ഒരാൾക്ക്, സാമാന്യം ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാകില്ലേ? പക്ഷെ ഞാൻ ഈ പറഞ്ഞതിനകത്തൊരു സങ്കടം എന്താണെന്നറിയാവോ? ഇത്രയും മെസ്സേജുകൾ നമ്മൾ പറഞ്ഞു. ആ പറയപ്പെട്ട മെസ്സേജുകളിലൊക്കെ വചനത്തിന്റെ ആഴങ്ങൾ തന്നെയാണ് പറയുന്നത്. ക്രൂശിന്റെ മഹാത്മ്യമാണ് വെളിപ്പെടുന്നത്. രക്ഷയെക്കുറിച്ചുള്ള നല്ല ഒരു കാഴ്ചപ്പാടാണ് ലഭിക്കുന്നത്. വീണ്ടെടുപ്പിന്റെ പ്രാധാന്യമൊക്കെ വെളിപ്പെടുന്നുണ്ട്. അല്ലാതെ നമ്മൾ ചുമ്മാ മാലയും കമ്മലും നെക്ലസ് എന്നൊന്നും അല്ല പറയുന്നത്. അപ്പം ഈ വീഡിയോസ് ഒക്കെ കാണുന്ന ഒത്തിരി പാസ്റ്റേഴ്സ് ഉണ്ട്, എനിക്കറിയാം, ഒത്തിരി പാസ്റ്റേഴ്സ് ഉണ്ട്. അവരൊന്നും അവരുമായി ബന്ധപ്പെട്ട ഒരു ജെൻസിക്കും ഇത് കൊടുക്കുന്നില്ലല്ലോ. മോനെ ഇതൊന്ന് കേട്ടു നോക്കി, ഈ പാസ്റ്റർ എന്താ പറയുന്നതെന്ന്. അദ്ദേഹത്തിന്റെ കൂട്ടു സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അവരിരുന്ന് ധ്യാനിക്കുന്ന ഒരു വിഷയമാണ്. അങ്ങേര് നമ്മളോടൊക്കെ സ്നേഹമുള്ളത് കൊണ്ട് അത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലൊക്കെ ഇടുന്നുണ്ട്. അതിനകത്ത് അവർക്ക് അധ്വാനമുണ്ട്. അത് മറ്റുള്ളവരെ കേൾപ്പിക്കണമെന്ന് അങ്ങനെ നിയമമൊന്നുമില്ല. എന്നാലും അവരൊരു ദൈവസ്നേഹത്തിൽ അത് ചെയ്യുന്നുണ്ട്. ആ ലഭിക്കപ്പെട്ട അവസരം നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കാം, കേട്ടു നോക്കാം. അതിലൊക്കെ റഫറൻസുകൾ പറയുന്ന നോട്ട് ചെയ്യാം. അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ്, ദൈവവചനത്തിന്റെ മർമ്മങ്ങളൊക്കെ പറയും. അത് നമുക്ക് ഒപ്പിയെടുക്കാം, പ്രയോജനമുള്ളത് എടുക്കാം, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് വിട്ടേക്കാം. അങ്ങനെയൊന്നും ഈ ഉപദേശിമാരൊന്നും ഒരു ജെൻസിയോടും ഒരു യൗവനക്കാരനോടും പറയുന്നില്ല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ മെസ്സേജൊക്കെ അനേകര് ശ്രദ്ധിക്കില്ലേ? അനേകർക്ക് കാര്യം മനസ്സിലാകില്ലേ? ഇരുട്ടത്ത് തപ്പി നടക്കുക മനുഷ്യര്. അവർക്ക് വെളിച്ചമായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെ പങ്കുവെക്കുന്നത്. അപ്പൊ ഞാൻ സഹോദരനോട് പറഞ്ഞ എന്താന്ന് പറഞ്ഞ ആ ഭാഗം വിടാം. അതായത് ഈ തലനരച്ച ആൾക്കാര്, വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാര്, ഇവരെല്ലാം ഇങ്ങനെ പരക്കം പാഞ്ഞ് ലോകം മുഴുവൻ നടപ്പുണ്ട്. ഇവരാരും ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല. ദൈവസഭയ്ക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കുന്നില്ല. ഒന്നുമല്ലെങ്കിൽ വേണം, അല്ലെങ്കിൽ വേണ്ട. എന്തുകൊണ്ട് വേണ്ട, എന്തുകൊണ്ട് വേണം എന്നൊക്കെയുള്ള കാര്യം പറയേണ്ടത് സീനിയർ ആയിട്ടുള്ള ആൾക്കാരല്ലേ സഹോദരങ്ങളെ? എന്നെ പോലെയുള്ള ആൾക്കാരാണോ ഇതൊക്കെ പറയേണ്ടത്? ഞാനൊക്കെ അതിന്റെ പുറകിൽ വേണമെങ്കിൽ പറയാം, അത്ര തന്നെ. അതല്ലാതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്നു, ഒരു സംസാരം ഉണ്ടായിരിക്കുന്നു. ആ പറഞ്ഞയാളെ സംബന്ധിച്ച് അദ്ദേഹം ഒട്ടും ആത്മാർത്ഥത ദൈവസഭയോടുള്ള ആളാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന് ദൈവരാജ്യ നിമിത്തം ദൈവമക്കളോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അദ്ദേഹം ഇങ്ങനെയല്ല ചെയ്യുന്നത്. അദ്ദേഹം ഇങ്ങനൊരു കാര്യം അവതരിപ്പിച്ചിട്ട് അതിന്റെ വിശദീകരണത്തിലേക്ക് വരും. ഇന്നിന്ന കാരണങ്ങളാൽ. അദ്ദേഹത്തിന് എല്ലാ സൗകര്യവും സാവകാശവും സമയവും ഒക്കെ ഉണ്ടല്ലോ. അതിനുശേഷം മനസ്സിലായാലും ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ആളുകളിലുണ്ടെന്ന്. അതൊരു സമഗ്ര പഠനമായിട്ട് അദ്ദേഹം വരണം. അതിനുവേണ്ടി വാദിക്കുകയോ അതിനുവേണ്ടി പറയുകയൊക്കെ ചെയ്യുന്ന പാസ്റ്റർമാരുടെ എല്ലാം വായം അടപ്പിച്ചു കളയണം. അങ്ങനെ വായൊക്കെ അടപ്പിച്ചു കളഞ്ഞാൽ നമ്മളൊക്കെ പിന്നെ മിണ്ടുവോ? നമ്മളൊക്കെ ഇങ്ങനെ സെഷൻ 1 സെഷൻ 2 എന്നൊക്കെ പറഞ്ഞു വരുവോ? നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെ നിന്ന് പോയിട്ട് നമ്മൾ വേറെയല്ലോ വിഷയത്തിലേക്ക് പോയാനെ. നമ്മൾ ഈ വിഷയം കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ കാരണം എന്നാ? അദ്ദേഹവും മൗനമാണ്, മറ്റ് തലനരച്ച പാസ്റ്റർമാരെല്ലാം മൗനമാണ്. സകലരും മൗനത്തിലിരിക്കുന്നു. ഇപ്പൊ നിങ്ങളിൽ ചിലരൊക്കെ കൂടുന്ന നിങ്ങളുടെ ലോക്കൽ ചർച്ചിലെ പാസ്റ്റർമാരോട് ചോദിച്ചാലോ,
അവരാരെങ്കിലും വാ തുറന്ന് ഇതിനെ കുറിച്ച് വല്ലതും മിണ്ടുന്നുണ്ടോ? ഒരു മിണ്ടാട്ടവും ഇല്ല. എങ്ങും ആരും മിണ്ടുന്നില്ല. ഈ മിണ്ടാത്ത പാസ്റ്റർമാരുടെ ഭാര്യമാരും അവരുടെ മക്കളൊന്നും ഇത് ഉപയോഗിക്കുന്നില്ല പലരുടെയും. പക്ഷെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും വാക്യമില്ലെന്ന് പറയും. വാക്യമില്ല, അങ്ങനെയൊന്നുമില്ല. അവരും പറയും അബദ്ധമായി പോയിന്ന്. അങ്ങനെയാണ് ഈ അബദ്ധത്തിനൊരു പരിഹാരം വരുത്തണ്ടേ? നിങ്ങൾ എന്തുകൊണ്ടാണ് ആ പരിഹാരത്തിന് ഇറങ്ങിത്തിരിക്കാത്തത്? അതിനൊന്നും ഇവർക്ക് ഉത്തരവില്ല. ന്യായമായിട്ട് ജെൻസി അത് ചിന്തിക്കും. ജെൻസി മാത്രമല്ല സഹോദരങ്ങളെ, ഞാനും ചിന്തിക്കുന്നുണ്ട് അതൊക്കെ. ഞാൻ ജെൻസി ഒന്നുമല്ല, ഇച്ചിരി പ്രായമുള്ള പുള്ളിയാണല്ലോ. എന്റെ ഉള്ളിൽ ആ ചിന്തയുണ്ട്. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഈ കപടനാടകം കളിക്കുന്നത്? ചുമ്മാ കപടഭക്തി പോലെയല്ലേ? ഇവർ പറയുന്നത് വാക്യമില്ല, അങ്ങനെയില്ല, ഇങ്ങനെയില്ലെന്നൊക്കെ. പക്ഷേ ഇവരുടെ വീട്ടിലുള്ള ആളുകൾക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ അവർക്ക് ഇതൊട്ട് വാങ്ങിക്കൊടുക്കുകയില്ല. അതെന്ത് ഇരട്ട താപ്പാണെന്ന് എനിക്ക് മനസ്സിലാകാത്ത. ഒരു തെറ്റായ കാര്യമാണെങ്കിൽ ആ കാര്യം തിരുത്തണ്ടേ? ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യമാണ് സക്കായി എന്ന് പറയുന്ന മനുഷ്യന്. സക്കായി കർത്താവുമായിട്ടുള്ള ആ സാമീപ്യത്തിലേക്ക്, ആ ബന്ധത്തിലേക്ക് കടന്നു വന്നപ്പോ തനിക്ക് മനസ്സിലായി താൻ ഇന്നലെ വരെ ചെയ്തിരുന്ന കാര്യങ്ങൾ പലതും തെറ്റായ കാര്യങ്ങളാണ്. താന് പിരിച്ച പിരിവുകളൊക്കെ വല്ലാത്ത പിരിവുകളായിരുന്നു. അതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഞാന് പിരിച്ചതൊക്കെ ഇരട്ടിയായിട്ട് മടക്കി കൊടുക്കാൻ പോവുകയാണ്. അതായത് ഞാൻ ആ ഒരു നീതിബോധത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം അദ്ദേഹം ഒരു ക്രമീകരണത്തിലേക്ക് വരികയാണ്. ഇന്നലെ ചെയ്ത കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ കാര്യങ്ങളെല്ലാം വിടുകയാണ്, ഉപേക്ഷിക്കുകയാണ്, വിട്ടുകളയാണ്. ഇപ്പൊ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം ഈ ഒരു പാപബോധത്തിലേക്ക് വന്ന് യാഥാർത്ഥ്യം മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ മദ്യപിക്കാൻ പോകുന്നില്ല, അതിനെ ഉപേക്ഷിക്കുകയാണ്, ആ വഴിയിലേക്ക് പിന്നെ പോകുന്നില്ല. അതുപോലെ തന്നെയല്ലേ ഈ കാര്യം ഇത് തെറ്റാണെന്ന് പറയുന്ന ഇവര് എന്തുകൊണ്ട് ആ കാര്യത്തിന് ഒരു പരിഹാരം വരുത്തുന്നില്ലെന്നൊരു ചിന്ത എന്റെ ഉള്ളിലുണ്ട്. ന്യായമായിട്ട് ഇവരതിനൊരു പരിഹാരം വരുത്തേണ്ടത്, അല്ലെങ്കിൽ രണ്ട് വാക്കെങ്കിലും ഇവർ പറയേണ്ടത്. ഒരൊറ്റ കുഞ്ഞു ഇതിനെക്കുറിച്ച് പറയുന്നില്ല. അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ ആ സഹോദരനോട് ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിർത്തിയത്, സഹോദരൻ ധരിക്കുന്ന പോലെ ഈ സീനിയർ പാസ്റ്റേഴ്സ് ഒന്നും വായ തുറന്ന് വർത്തമാനം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇവരിങ്ങനെ ലോകം മുഴുവൻ ചുറ്റുന്നത്, ഇവരുടെയൊക്കെ മക്കള് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഉണ്ട്. ഒരു പ്രത്യേകതരം ടൂറാണിത്, ഒരു പ്രത്യേകതരം ടൂറ്. ആ ടൂർ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള ടൂറൊന്നും അല്ല. അവിടെയോ എവിടെയെങ്കിലും നിന്ന് ഇവർ പറയണം ദൈവവചനത്തിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ, ദൈവവചനം ഇന്നതുപോലെ പറയുന്നു എന്ന് പറയണം. ഒരാളും മിണ്ടുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ആട്ടെ, കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ സംസാരിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വന്നവൻ ആ യാഗപീഠത്തിന്റെ കാഴ്ചയിലേക്ക് വരികയാണ്, ക്രൂശിന്റെ ദർശനത്തിലേക്ക് വരികയാണ്, അവൻ അവിടെ ഒരു സമർപ്പണത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെ ഒരു സമർപ്പിത ജീവിതം ആരംഭിക്കുകയാണ്. അതിനിടയിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കേൾക്കാത്തവരുണ്ട്, പഴയ മെസ്സേജുകൾ കേൾക്കുക, അതേ മാർഗമുള്ളൂ. അങ്ങനെ ഒരു സമർപ്പണ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത്തരക്കാരോടുള്ള ബന്ധത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമുക്ക് ലേവ്യ പുസ്തകത്തിൽ നിന്ന് 2 അധ്യായങ്ങൾ തുറന്നിട്ട് ചില കാര്യങ്ങൾ അതിനോട് ചേർത്ത് വെച്ചൊന്ന് ചിന്തിക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിനായിട്ട് നമുക്ക് ലേവ്യ പുസ്തകം 8-ാം അധ്യായം തുറക്കാം. ഈ ലേവ്യ പുസ്തകം 8-ാം അധ്യായം തുറന്ന ആ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഇത്രയും സമയം ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ സീരിയസ് ആയി ചില കാര്യങ്ങളെ പറയാനുണ്ടായിരുന്നു. അതായത് വിദേശത്തും അവിടെ ഇവിടെയൊക്കെയുള്ള ഒത്തിരി സഹോദരങ്ങളോട് സംസാരിക്കുമ്പോഴും ബന്ധപ്പെടുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പലർക്കും ഒരു ധാരണയില്ല. ചിലർ ഉപയോഗിക്കുന്നു, ചിലർ ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഉപയോഗിക്കാത്തവരെ സംബന്ധിച്ച്, ഉപയോഗിക്കുന്നവർ പോട്ടെ, അവരിത് അറിയണമെന്നൊന്നുമില്ല. ഈ ഉപയോഗിക്കാത്ത സഹോദരി സഹോദരന്മാരെ സംബന്ധിച്ച് തങ്ങൾ എന്തുകൊണ്ടാണ് ഇത് വർജിച്ചിരിക്കുന്നത്, തങ്ങൾ എന്തുകൊണ്ടാണ് ഇത് അണിയാതിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് 2 വാക്കെങ്കിലും പറയാൻ പ്രാപ്തരാകണ്ടേ. അപ്പൊ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുകയും അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണം. ആ ഒരു ഗൗരവമില്ല, സീരിയസ്നെസ് ഇല്ല. എന്നിട്ട് ചുമ്മാ പറയാണ് ജെൻസി കൺഫ്യൂസ് ചെയ്യപ്പെടുകയെന്ന്. ചുമ്മാ അങ്ങനെ പറഞ്ഞു നോക്കുവോ? ജെൻസി കൺഫ്യൂസ് ചെയ്യപ്പെടുന്നതിന്റെ കാരണം എന്നാ? ആരും മിണ്ടാത്തതുകൊണ്ടല്ലേ. എവിടെയെങ്കിലും കൺഫ്യൂസ് ചെയ്യപ്പെടുന്ന ജെൻസി ഉണ്ടെങ്കിൽ ആ ജെൻസിക്ക് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ആ 5-6 മെസ്സേജ് ഒന്ന് അയച്ചു കൊടുക്ക്. മക്കളെ, ജെൻസി ഇതൊന്ന് കേട്ടു നോക്ക്, തുടക്കം മുതൽ കേട്ടു നോക്ക്. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന ആദമിന്റെ പിൻതലമുറ പാപത്തിന്റെ പടുകുഴിയിലേക്ക് തലകുത്തി വീണത്. തോട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ വീണത്? പാപത്തിന്റെ പടുകുഴിയിലേക്ക് വീട് കഴിഞ്ഞു. അവിടെ കിടന്ന് കൈകാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കൈകാലിട്ട് അടിച്ചുകൊണ്ടിരുന്നവനെയാണ് കൃപയാൽ ഉദ്ധരിച്ചത്. അങ്ങനെ ഉദ്ധരിച്ചു കൊണ്ടുവന്നതാ. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ കേൾവിക്കാരായ പല പഴയ പെന്തിക്കോസ്റ്റ് ജെൻസികള് അവരെ 5-ാം ക്ലാസ്സിൽ 8-ാം ക്ലാസ്സിലൊക്കെ പിടിച്ച് സ്നാനപ്പെടുത്തി കൊണ്ടുവന്നതാ. അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഒക്കെ വരുന്നത്. ശരിക്കും ക്രൂശിന്റെ ദർശനം പ്രാപിച്ചു വരികയാണെ കൺഫ്യൂഷൻ വരുമോ? ഒരു എക്സാമ്പിളും കൂടെ പറയാം. പുസ്തകം ഇപ്പൊ തുറക്കാം. അതായത് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസിന്റെ 3-ാം മിഷൻ യാത്ര.
ആ മിഷൻ യാത്രയോടുള്ള ബന്ധത്തില് അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിൽ എത്തുകയാണ്. അങ്ങനെ ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു വരുന്ന സമയത്ത് ഒരുപറ്റം ശിഷ്യന്മാരെ കാണുകയാണ്. അവരോട് ചോദിക്കുകയാണ് പരിശുദ്ധാത്മാഭിഷേകവുമായി ബന്ധപ്പെട്ട ചോദ്യം. അപ്പൊ അവര് പറയാം, ഞങ്ങൾ പരിശുദ്ധാത്മാവെന്ന് കേട്ടിട്ട് പോലും ഇല്ലെന്ന്. അപ്പൊ അദ്ദേഹത്തിന് ജിജ്ഞാസയായി, അപ്പൊ നിങ്ങളുടെ സ്നാനം ഏതാണ്? മാമോദീസയെ അത് ഏതാണെന്ന് ചോദിക്കുക. ഉടനെ അവര് പറഞ്ഞു, ഞങ്ങള് യോഹന്നാന്റെ കൈക്കീഴിലുള്ള മാനസാന്തര സ്നാനമാണ് പെട്ടിരിക്കുന്നത്. ഞങ്ങൾ യോഹന്നാന്റെ കൈക്കീഴിലുള്ള മാനസാന്തര സ്നാനമാണ് പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്നാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ആ ഫിലിപ്പി ലേഖനത്തിലെ ആ വാക്യം എന്നെ എന്നും പിടിച്ചു കുലുക്കിയിട്ടുള്ള വാക്യമാണ്. തന്നെത്താൻ ഒഴിച്ചു എന്നുള്ള ആ വാക്യം പ്രസംഗത്തിൽ എപ്പോഴും ഒന്നും പറഞ്ഞില്ലെങ്കിലും അത് പലപ്പോഴും എന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിരത്തള്ളുന്ന ഒരു വാക്യമാണ്. സമാഗമന കൂടാരത്തിന്റെ പഠനത്തിലേക്കൊക്കെ വരുമ്പോൾ അതിന് മുൻപിലിരിക്കുന്ന യാഗപീഠം പൊള്ളയാണ്. തന്നെത്താൻ ഒഴിച്ചു എന്നുള്ളതിന്റെ വിശദീകരണമൊക്കെ നമ്മൾ പറയാറുണ്ട്. തന്നെത്താൻ ഒഴിച്ചു. കഴിഞ്ഞ ദിവസം കൊച്ചുകുഞ്ഞുദേശിയുടെ പാട്ട് നമ്മൾ പാടിയില്ലേ? ആ പാട്ടിന്റെ ഏറ്റവും ഒടുവിൽ ഇങ്ങനെയുണ്ട്, യാഗപീഠം അവനെത്രയെന്നൊക്കെ പറഞ്ഞ ആ പാട്ട് തീർക്കുന്നത്. അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ, ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിനെയാണ് ആ ബലിപീഠത്തിൽ നമ്മൾ ദർശിക്കുന്നത്. മഹത്വത്തിൽ വസിച്ചവനാണെന്ന് ഓർക്കണം. തന്നെത്താൻ ഒഴിച്ച് എത്രത്തോളം താഴാമോ അത്രത്തോളം താണ് വേഷാൽ മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ, ദൈവത്വത്തിൽ ഇരുന്നവൻ മനുഷ്യനാകുക എന്ന് പറഞ്ഞാൽ അതൊരു താഴ്ചയല്ലേ കാണിക്കുന്നത്? താഴാവുന്നതിന്റെ മാക്സിമം അല്ലേ? ദൂതന്മാരുടെ നിലയ്ക്കും കൂടെ താഴെ പോകുന്നില്ലേ? അങ്ങനെ താണിറങ്ങി വന്നിട്ടാണ് നമ്മോട് പറയുന്നത് തന്നെത്താൻ ത്യജിക്കണമെന്ന്. തന്നെത്താൻ ത്യജിക്കുന്നവരുടെ ചർച്ചയായി കേട്ടോണ്ടിരിക്കുന്നത്. തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ സ്വന്തം ഇഷ്ടത്തെ ഞാൻ ബലിപീഠത്തിലേക്ക് കൊണ്ടുവരികയാണ്. ക്രിസ്തു ബലിപീഠത്തിലായിരുന്നു, ക്രിസ്തു തന്നെ ബലിപീഠമാണ്. അതിലേക്ക് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ എല്ലാം കൊണ്ടുവരികയാണ്. എനിക്ക് കഴിഞ്ഞ നാളുകളിൽ പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് 4 ആളുടെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങി എന്നെ തന്നെ പ്രദർശിപ്പിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്ന, അതായത് എനിക്ക് മീൻസ് നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ യാഗപീഠത്തിന്റെ കാഴ്ചകൾ, ആ ഒരു സമർപ്പണത്തിന്റെ ആഹ്വാനം വന്നപ്പോൾ തന്നെത്താൻ ത്യജിച്ച് നമ്മൾ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. കാരണം നമ്മുടെ വിളിയെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. പത്രോസും അത് തന്നെയാ പറയുന്നത്, നിങ്ങളുടെ വിളി അധികം ഉറപ്പാക്കണമെന്ന്. ആ വാക്യം നമുക്ക് വായിക്കാം. 2 പത്രോസ് 1:10, 2 Peter chapter 1 verse 10. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ശ്രമിപ്പിൻ. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. എങ്ങനെയാ? വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കാനായിട്ട് ഉത്സാഹിക്കേണ്ടതുണ്ട്. വിളിയെക്കുറിച്ച് ബോധ്യമില്ലെങ്കിലോ? 5ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ എങ്ങാണ്ട് പഠിച്ചപ്പോ ജെൻസിനെ സ്നാനപ്പെടുത്തിയതാ. ജെൻസിയോട് പറയേണ്ട കാര്യമൊന്നും പറഞ്ഞു കൊടുത്തില്ലെന്നേ. ക്രൂശ് വെളിപ്പെടുത്തി കൊടുത്തില്ല. സ്നാനത്തിന്റെ കുറെ റഫറൻസ് അല്ല ജെൻസിക്ക് കൊടുക്കേണ്ടത്, ക്രൂശ് വെളിപ്പെടുത്തി കൊടുക്കണം. മഹത്വത്തിൽ വസിച്ചവൻ മഹത്വം വെടിഞ്ഞ് താണിറങ്ങി വന്നിരിക്കുകയാണ്. താഴാവുന്നതിന്റെ മാക്സിമം താണ് വന്നിരിക്കുകയല്ലേ? ആ കാഴ്ച കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവരണം. രക്ഷാനിർണയം പ്രാപിച്ച് സ്നാനത്തിലേക്ക് വരുന്ന എല്ലാവരെയും ആ ബോധ്യത്തിലേക്ക് കൊണ്ടുവരണം. അതായത് ഔട്ട്സൈഡിൽ നിന്ന് വരുന്നവരാകട്ടെ, നമ്മുടെ സമൂഹത്തിനകത്തുള്ള കുട്ടികളാകട്ടെ, ആരും ആകട്ടെ, എല്ലാവരോടും ഒരേ നിലയിൽ തന്നെയാണ് ഈ കാര്യം ബോധിപ്പിക്കേണ്ടത്. പുറത്തുനിന്നൊക്കെ ഒരാൾ വന്നു, ഒരു ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്നു, ഒരു ഇസ്ലാം മാർഗത്തിൽ നിന്ന് വന്നു, ഒരു കത്തോലിക്ക എന്ന് വന്നു, അവരൊക്കെ വലിയ ഭാവികളും നമ്മുടെ സമൂഹത്തിനകത്തോടെ നടന്നിട്ട് പിന്നെ ഈ സ്നാനത്തിന് വരുന്ന പിള്ളേരൊക്കെ അങ്ങനെ വലിയ ഭാവികളൊന്നും അല്ല. അതെങ്ങനെ പയ്യെ ഒന്ന് തലോടി എന്നാ സ്നാനപ്പെട്ട് പോരെ. അങ്ങനെ ഈ സ്നാനപ്പെട്ട് വരുന്ന പിള്ളേരൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു ഗൗരവമില്ലാതെ പോകുന്നേ. അപ്പൊ ഞാൻ ഇത് ആധികാരികമായി ഗൗരവത്തോടെ പ്രസംഗിക്കുന്നതിന്റെ കാരണം എന്നാ? എനിക്ക് പാപബോധം വന്നതാണ്. പാപത്തെക്കുറിച്ചുള്ള ബോധം വന്നിട്ട് ഞാൻ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞ മനുഷ്യനാണ്. ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണവനാണ്. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം, ന്യായവിധിയെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യം വന്നില്ല കേട്ടോ. കർത്താവ് ക്രൂശിക്കപ്പെട്ട് എനിക്ക് പകരം ശിക്ഷിക്കപ്പെട്ടു എന്നൊക്കെയുള്ള മിനിമം ബോധ്യങ്ങളെ ഉണ്ടായുള്ളൂ. എന്നാൽ കാലാന്തരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിന്റെ ആഴങ്ങൾ ധരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ, അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ വിഷയങ്ങൾ പറയുമ്പോൾ വളരെ ഗൗരവത്തിൽ പറയുന്നത്. ന്യായവിധിയെക്കുറിച്ചുള്ള അതിന്റെ ആഴങ്ങളെ കുറിച്ചുള്ള ബോധ്യം നമ്മുടെ സമൂഹത്തിലില്ല. ഉണ്ടെങ്കിൽ അനാവശ്യമായ ചർച്ചകൾക്ക് പോവില്ല.
ചർച്ചകൾ നല്ലതാ, ചർച്ചകളൊന്നും അനാവശ്യമല്ലല്ലോ. പലരും വെറുതെ കിടന്ന് ഈ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യായവിധിയുടെ ആഴം, മനുഷ്യവർഗത്തിന്റെ മേൽ വരണ്ട ആ ദൈവകോപം, ആ ദൈവകോപാഗ്നി നമ്മുടെ കർത്താവിന്റെ മേൽ കടന്നു വന്നത് കൺമുമ്പിൽ വരച്ചു കിട്ടണം. പരിശുദ്ധാത്മാവ് ആ ബോധ്യം തരണം. അങ്ങനെ ആ ബോധ്യത്തിലേക്ക് നമ്മൾ വന്നാൽ, അതാ ഇപ്പൊ പത്രോസി വായിച്ചപ്പോ എന്താ വായിച്ചത്? നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കണമെന്ന്. വിളിക്കപ്പെട്ട ആ വിളി, പാപത്തിന്റെ പടുകുഴിയിൽ നിന്നൊരു സ്വർഗീയ വിളി കേട്ട് അവിടുന്ന് നമ്മെ ആ വിളിയിൽ, ആ ശബ്ദത്തിൽ നമ്മെ പൊക്കിയെടുക്കുകയായിരുന്നു, കോരിയെടുക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ട ആദ്യത്തെ കാഴ്ച എന്താ? കത്തുന്ന ബലിപീഠം. അവിടെ ഒരു യാഗമൃഗം തകർക്കപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ കിടക്കേണ്ട സ്ഥാനത്ത് എനിക്ക് പകരക്കാരനായ ഒരുവൻ നുറുക്കപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ബലിയായി തീർന്നു എന്ന് പറയുമ്പോൾ അവനൊരു ഹോമയാഗമായി തീർന്നു. ലേവ്യ പുസ്തകത്തിലാണ്. അതിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ഹോമയാഗത്തിനുള്ള മൃഗത്തെ കൊണ്ടുവന്ന് അതിനെ അറുത്ത് അതിന്റെ തോലുരിച്ച്, സമ്പൂർണമായും തോലുരിക്കണം, വാലിലെ വരെ തോലുരിക്കണം. അങ്ങനെ അതെല്ലാം ഉരിച്ച് ഖണ്ഡം ഖണ്ഡമായി നുറുക്കി ബലിപീഠത്തിലേക്ക് കൊണ്ടുവരിക. അതിനിടയിലൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ ഓടിച്ചങ്ങ് പറയുക. അതായത് പ്രമാണപ്രകാരമാണ് ആ യാഗം അർപ്പിച്ചിരിക്കുന്നത്. ലേവ്യ പുസ്തകത്തിൽ പറയുന്നത് യാഗം അർപ്പിക്കാൻ വരുമ്പോൾ അത് പ്രമാണപ്രകാരം ആയിരിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം അഥവാ പ്രമാണപ്രകാരമാണ് ഒരു ബലിയായി തീർന്നത്, ഒരു പരമയാഗമായി തീർന്നത്. അപ്പൊ അങ്ങനെ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുത്തു. സ്വന്തം ഇഷ്ടം ഒന്നുമില്ല. ഗതസമനയിൽ വെച്ച് ഒടുക്കം ഇങ്ങനെ പറഞ്ഞു, പക്ഷെ അതിന് ആ രീതിയിലല്ല മറുപടി കിട്ടിയത്. പാനപാത്രം അതിന്റെ മട്ടുകൂടെ കുടിക്കാനാ കയ്യിലേക്ക് കിട്ടിയത്. അത് കുടിക്കാൻ വേണ്ടി ആ സമർപ്പണത്തിൽ ഇറങ്ങി വന്നവനെ സേവിക്കാൻ ഇറങ്ങിയവരാണ് അവന്റെ ശിഷ്യന്മാർ. അവരെയാണ് ക്രിസ്തു ശിഷ്യർ എന്ന് വിളിക്കുന്നത്. അവരവന്റെ സാക്ഷികളാകാൻ വേണ്ടി വന്നവരാണ്. സാക്ഷികൾ എന്നുള്ളതിന് എഴുതിയിരിക്കുന്നത് എന്താ? മാർട്ടിയേഴ്സ് എന്നല്ലേ? രക്തസാക്ഷികളാകാനാ വരുന്നത്. രക്തസാക്ഷിയാകാനായിട്ട് ഇറങ്ങി വരുന്നവനാ ചോദിക്കുന്നത്, ഇറങ്ങി വന്നവളാ ചോദിക്കുന്നത്. ഒരു കുണുക്കിട്ടാ കുഴപ്പമുണ്ടോന്ന്? രക്തസാക്ഷിയാകാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് മുന്നോട്ട് വന്നവള് ചോദിക്കുക, ഒരു ഇച്ചിരി കുണുക്കിട്ടു എന്ന് ഓർത്ത് തന്നെ ഈ സജിപ്പാസ്റ്റർക്ക് ഇത്ര വിഷമെന്ന്. എനിക്ക് എന്നാ വിഷമം? എനിക്കൊരു വിഷമമില്ല. നിങ്ങൾ കുണുക്കിടുവോ കുണുക്കിടാതിരിക്കുവോ എന്നെ വേണേലും ചെയ്തോ. അതൊക്കെ ഉപയോഗിക്കുന്ന ആളുകളെല്ലാം അന്താരാഷ്ട്ര കുഴപ്പക്കാരാണെന്നൊന്നും അല്ല. അത് ഇന്നലത്തെ മെസ്സേജ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഉപയോഗിക്കാത്തവരെക്കാളും വളരെ ശ്രേഷ്ഠരായ ധാരാളം പേരെ ഞാൻ അത് ഉപയോഗിക്കുന്നവരിൽ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്നവരിൽ അവർക്ക് നമ്മൾ ഈ പറയുന്ന ലൈനിലുള്ള മെസ്സേജ് കേൾക്കാനായിട്ട് അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ആ സാധുക്കൾക്ക് ആ ക്രൂശിന്റെ ദർശനം ലഭിച്ച് ആ സമർപ്പണത്തിന്റെ ആഴങ്ങളിലേക്ക് വരാനായിട്ട് കഴിയാതിരിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ അങ്ങനെ അത്രയും മനസ്സിലായി കാണില്ലായിരിക്കും. ഒരുപക്ഷെ അവര് ഈ വിശ്വാസ വഴിയിലേക്ക് വന്ന കാലത്ത് അന്നുള്ള ഉപദേശിമാര് പറഞ്ഞാണ്, അത്രയൊന്നും വേണ്ടെന്നേ, നമുക്ക് ഇത്ര അങ്ങ് ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞു കാണും. അപ്പൊ അവര് അത്രത്തോളം അങ്ങ് ഇറങ്ങി നിൽക്കുകയായിരിക്കും. അന്ന് അവർ ഇറങ്ങിയ കാലത്ത് അവരുടെ പാട്ടുപുസ്തകത്തിനകത്ത് ഈ പാട്ടുണ്ടായിരിക്കില്ല. ഏത് പാട്ട്? ആഴിയെന്നോർത്തില്ല ആഴമാരാഞ്ഞില്ല ഇറങ്ങി ഞാൻ പ്രിയനേ എന്നുള്ള പാട്ട് അവരുടെ പാട്ടുപുസ്തകത്തിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ പാട്ടുപുസ്തകത്തിൽ അതൊക്കെ അച്ചടിച്ചു കൊടുക്കേണ്ട അവരുടെ ഉപദേശിമാരുടെ ഉത്തരവാദിത്തമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർ ഈ പാട്ടൊക്കെ പാടിക്കൊണ്ട് അങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങിയനെ, ആ സമർപ്പണത്തിലേക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങാതിരുന്നത്? ആ ഒരു ലൈനിലല്ല ഇപ്പൊ കുറച്ചു കാലമായിട്ട് നമ്മുടെ ഈ സമൂഹം പോകുന്നത്. എന്നാ കിട്ടും എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഞങ്ങൾ വന്നാൽ എന്നാ കിട്ടും? ഈ ഉപവാസ പ്രാർത്ഥനകൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യങ്ങളിലൊക്കെ ഏറിയ പങ്കും എന്താ നടക്കുന്നത്? മനുഷ്യന്റെ കണ്ണുനീർ തുടക്കുക, അവരുടെ വ്യഥകൾക്ക് പരിഹാരം ഉണ്ടാക്കുക. അവരുടെ ആത്മീയ കാര്യങ്ങൾക്ക് വല്ല പരിഹാരമുണ്ടോ? അതൊന്നുമില്ല. അവരുടെ ദേഹിയുടെ കാര്യത്തിനുള്ള പരിഹാരങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് ഈ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ അല്പം മുമ്പ് ആ പൊൻപാത്രത്തിലെ ഒരു മന്ന എടുത്തു വെച്ച് ചിന്തിച്ച ആ ഒരു ചിന്ത ഈ ഉപവാസ പ്രാർത്ഥനയെ പ്രസംഗിക്കാൻ വരുന്ന ഏതെങ്കിലും ഉപദേശി അത് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ടോ? മകനെ, മകളെ, നീ ആ പൊൻപാത്രത്തിലേക്ക് ഒന്ന് നോക്കിയേ. തലമുറകൾ കാണേണ്ടതിനെ എടുത്തു വെക്കാനാ മോശയോട് പറഞ്ഞത്. തലമുറകൾ കാണേണ്ടതിന്. ആ മന്ന നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ അല്ലേ കാണിക്കുന്നത്? തലമുറകൾ കാണണം. ഏത് തലമുറയാ? ഇന്ന് നമ്മൾ പറയുമ്പോ ഇന്ന് ഞാൻ കേട്ട ആ കാര്യം, ആ സഹോദരൻ പറഞ്ഞ ആ വിഷയം ഉണ്ടല്ലോ, ജെൻസി കൺഫ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞ്. ജെൻസി കൺഫ്യൂസ് ചെയ്യപ്പെടുന്നതിന്റെ കാരണം എന്താ? തലമുറകൾ കാണേണ്ടതിന് ഒരു ഇടങ്ങഴി സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞു. അത് തലമുറകളെ കാണിക്കണം. അത് ശുശ്രൂഷകരുടെ ഉത്തരവാദിത്വമാ. ഇപ്പൊ ഈ കേട്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു 4-5 പേര് മാത്രമേ അന്ന് നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോ കേട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ആരും കേട്ടിട്ടില്ല. വേറെ എവിടെന്നെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം.
നമ്മള് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഇടയിൽ കേട്ടിട്ടില്ലെന്നാ പറഞ്ഞത്. ഒരു ഗംഭീരമായ കാര്യമാണ് അന്ന് വെളിപ്പെട്ട് കിട്ടിയത്. എന്താ വെളിപ്പെട്ട് കിട്ടിയത്? മോശയോട് പറഞ്ഞു തലമുറകൾ കാണുന്നതിന് അത് സൂക്ഷിച്ചു വെക്കണമെന്ന്. തലമുറകൾ എങ്ങനെ അത് കാണാൻ പറ്റുമെന്നൊരു ചോദ്യമാണ് നമ്മൾ ചോദിച്ചത്. വചനത്തിൽ എഴുതിയിരിക്കുന്നത് തലമുറകൾ കാണേണ്ടതിനെന്ന. പക്ഷെ തലമുറകൾക്ക് ഒരു കാലത്തും കാണാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ? ഇസ്രായേലിലെ 12 ഗോത്രത്തിന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനം ഉണ്ടോ? പിന്നെ ഏത് തലമുറ കാണുമെന്ന് ഈ പറയുന്നത്? അഹ്റോന്റെ പുത്രന്മാരെ പുരോഹിതന്മാർക്ക് പോലും അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനം ഉണ്ടോ? മന്ന ഇരിക്കുന്ന പെട്ടകത്തിനകത്താ, പെട്ടകം ഇരിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്താ. പിന്നെ തലമുറകൾ എങ്ങനെ കാണും? തലമുറകളെ കാണിക്കേണ്ടതിന് എപ്പോഴെങ്കിലും ഇത് പുറത്തേക്ക് എടുത്തോട്ട് വരുന്നുണ്ടോ? നമ്മുടെ ഈ കത്തോലിക്ക പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരൊരു സൂര്യഭഗവാന്റെ ഇതുപോലെ ഒരു വട്ടത്തിലുള്ള ഒരു പപ്പടം പോലെ ഒരു സാധനം, അതായത് ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ പൊക്കി എടുത്തോണ്ട് വരും. എല്ലാവരും കണ്ടോളാൻ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരും. കണ്ടിട്ടില്ലേ അങ്ങനെ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആളുകളെല്ലാം അതിന്റെ മുമ്പിൽ നെടുമ്പാട് വീഴും. അത് ഈശോയാന്നാ പറയുന്നത്. ആ വട്ടത്തിലിരിക്കണേ അത് ഈശോയാണ്, നമ്മുടെ ഈശോ വരുന്നു എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. ആ രീതിയിൽ ഈ പെട്ടകത്തിനകത്തിരിക്കുന്ന മന്ന, പൊൻപാത്രത്തിലിരിക്കുന്ന മന്ന പുറത്തെടുത്തുകൊണ്ട് വന്ന് തലമുറകളെ, മക്കളെ, ജൻസികളെ, നിങ്ങൾ ഇത് കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രോഗ്രാം ഒന്നുമില്ല. അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. പിന്നെ എന്താ അതിലൂടെ പറയാനുള്ളത് നമുക്ക്? പെട്ടകത്തിനകത്തിരിക്കുന്ന മന്ന, പൊൻപാത്രത്തിലിരിക്കുന്ന മന്ന, ആ മന്നയെ കുറിച്ച് തലമുറകളോട് വെളിപ്പാടിൽ ശുശ്രൂഷകർ പറഞ്ഞു കൊടുക്കണം. മറഞ്ഞിരിക്കുന്ന മന്നയെ വെളിപ്പെടുത്തി കൊടുക്കണം. അതിന് നമുക്ക് നേരമില്ല. അതിനൊന്നും നമുക്ക് നേരമില്ല. നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക എല്ലാം അബദ്ധമായി പോയി എന്നുള്ളത്. അബദ്ധമായി പോയി എന്നുള്ളത് അബദ്ധമായി പോയില്ലെന്നാണ് നമ്മൾ സ്ഥാപിക്കുന്നത്. അബദ്ധമായി പോയില്ലെന്ന്. കഴിഞ്ഞ ദിവസം നമ്മളോട് വന്ന് ചിലർ ചോദിച്ച ചോദ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അത് ഇന്നലെ ഞാൻ പറഞ്ഞു. താങ്കൾ അദ്ദേഹത്തെക്കാൾ വലിയ പുള്ളിയാണോ എന്ന്. എന്നാ ചോദ്യം അത്? അദ്ദേഹം ഇദ്ദേഹവും ഒക്കെ ആരും ആകട്ടെ, അദ്ദേഹം വലിയ ആളാണ്, അദ്ദേഹത്തിന് കൊള്ളാം. അദ്ദേഹവുമായി സംബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കും കൊള്ളാം. നമുക്ക് അദ്ദേഹത്തിന്റെ വലിപ്പമൊന്നും നോക്കാൻ സമയമില്ല. നമ്മൾ വെളിപ്പാടിൽ ഈ പൊൻപാത്രത്തിലേക്ക് നോക്കുക. നോക്കുമ്പോ കാണുന്ന ആരെയാ? അദ്ദേഹത്തെ അല്ല കാണുന്നത്. അദ്ദേഹം നമുക്കൊരു സബ്ജക്റ്റ് അല്ലെന്നേ. അദ്ദേഹം ശ്രേഷ്ഠനായിരിക്കും, ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ കാണുന്ന ആരെയാ? നമ്മുടെ വീണ്ടെടുപ്പുകാരനെയാ കാണുന്നത്. താൻ ഒഴിച്ചവനെ, താണിറങ്ങി വന്നവനെ, വഴിയമ്പലത്തിൽ ഇടം കിട്ടാഞ്ഞിട്ടും പരാതി പറയാത്തവനെ, പുൽത്തൊട്ടിയിൽ കിടന്നപ്പോഴും ഒരു പരാതിയില്ല. അങ്ങനെയുള്ള കർത്താവിനെയാണ് നമ്മൾ ആത്മകണ്ണുകൊണ്ട് കണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ചുറ്റുമുള്ള ഏതെങ്കിലും ആളുകളുടെ കാര്യമല്ല നമ്മൾ പറയുന്നത്. അപ്പൊ തലമുറകൾക്ക് ഈ പൊൻപാത്രത്തിലിരിക്കുന്ന മന്ന എന്തെന്ന് വെളിപ്പെടുത്തി കൊടുക്കണം. എത്രത്തോളം താഴാമോ അത്രത്തോളം താണു വന്ന കാഴ്ചയാണത്. തന്റെ സൃഷ്ടിയായ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ചുരുങ്ങി ഇറങ്ങി വരികയാണ് സൃഷ്ടാവ്. ബത്ലഹേം, മഹത്വത്തിൽ വസിച്ചവൻ, സ്വർഗാദി സ്വർഗത്തിൽ ഒതുങ്ങാത്തവൻ, തന്റെ സൃഷ്ടിയായ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക്, ആ ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ അതിന് എന്ത് വലിപ്പമുണ്ട്? ഒരു സ്പൂണിന്റെ വലിപ്പം കാണും. അത്രയുള്ള ഒരു ഗർഭപാത്രത്തിലേക്ക് ചുരുങ്ങി ഇറങ്ങി വരുന്നൊരു വരവ്. ആ ക്രിസ്തുവിനെയാണ് ധ്യാനിക്കുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കുണുക്കിന്റെ കാര്യത്തിൽ ഒരു യുദ്ധം നടത്തുന്നത്? അങ്ങനെ വന്ന ക്രിസ്തുവിനെ ധ്യാനിക്കുന്ന ഒരുവൻ കുണുക്കിന്റെ കാര്യത്തിൽ അതൊരു അന്താരാഷ്ട്ര പ്രശ്നമാണോ നമ്മെ സംബന്ധിച്ച്? ഇതാണോ നമ്മുടെ അന്താരാഷ്ട്ര വിഷയം? സൗരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ എന്താ ചിന്തിച്ചത്? നമ്മുടെ സമൂഹത്തിന്റെ നടുവിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ യഥോചിതം പ്രസംഗിക്കപ്പെടുന്നില്ല, ക്രൂശ് ഉയർത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതാണ് ജെൻസിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം. അതായത് ഏകദേശം AD 30 ആരംഭിച്ച ക്രിസ്തു സഭ ഏതാണ്ട് ഒരു 2010, 2020 വരെ അത് മുന്നോട്ട് വന്നില്ലേ? ഇവർ 2020, 2025 ആയപ്പോഴല്ലേ ഈ ജെൻസി ഒക്കെ ഇങ്ങനെ ചാടി വന്നത്. അതുവരെ ഈ സമൂഹത്തിനകത്ത് യൗവനക്കാരുണ്ടായിരുന്നില്ലേ? അവരൊക്കെ എങ്ങനെ മുന്നോട്ട് വന്നത്? അവരൊക്കെ എങ്ങനെ മുന്നോട്ട് പോയത്? അതായത് കഴിഞ്ഞ കാലങ്ങളില് ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ അഭിഷിക്തന്മാർ മറഞ്ഞിരുന്ന മന്നയെ വെളിപ്പെടുത്തി കൊടുത്തു തലമുറകൾ കാണേണ്ടതിന്. യോശുവയോട് പറഞ്ഞില്ലേ 12 കല്ലെടുത്ത് യോശുവയെ ആ കരയ്ക്കങ്ങ് വെച്ചേക്കാൻ? എന്തിനാന്ന് ചോദിച്ചപ്പോ തലമുറകൾ കാണണമെന്നാ പറഞ്ഞത്. തലമുറകൾക്ക് കാണാൻ ചിലത് വെച്ചിട്ടുണ്ട് അവിടങ്ങളില്. അതെല്ലാം തലമുറകളുടെ മുമ്പിൽ വെളിപ്പാടിൽ വെളിപ്പെടുത്തി കൊടുക്കണം. അല്ലാതെ മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് പോകുന്ന കഥയല്ല പറയുന്നത്. മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് അനേകര് തെന്നി വീണുകൊണ്ടിരിക്കുക.
ഉദേശിമാരെ കേട്ടോ, മഞ്ഞ് പെയ്യുന്ന രാജ്യത്ത് അനേകരും മഞ്ഞിൽ തെന്നി വീണുകൊണ്ടിരിക്കുന്ന കാലമാ. മഞ്ഞിൽ തെന്നി വീണുകൊണ്ടിരിക്കുകയാണ്. മഞ്ഞ് പെയ്യുന്ന രാജ്യമല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യം സ്വർഗസീയോനാണ്. സ്വർഗസീയോൻ. അത് നമ്മളും നമ്മുടെ തലമുറകളും അതിലേക്ക് ഉത്സാഹിക്കേണ്ടതുണ്ട്. അവരുടെ കണ്ണിന്റെ മുമ്പിൽ ഇത് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അവരുടെ കണ്ണിന്റെ മുമ്പിൽ. അപ്പൊ പറഞ്ഞു വന്നപ്പോ പെട്ടെന്ന് അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകം അത് ഖദിരമരം കൊണ്ടാണ്, അതിൽ പൊന്നു പൊതിഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ശ്രദ്ധ മാറിയത്. നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നപ്പോ ആ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ടുവന്ന ആ ബലിപീഠത്തിന്റെ കാഴ്ചയിലേക്ക് വന്നപ്പോഴാണ് ഒരു പ്രത്യേക സാഹചര്യത്തില് ഒന്ന് സ്കിപ്പായി അങ്ങോട്ട് പോയത്. അവിടെ ചെന്ന് നിന്നപ്പോ ഒരു ഗൗരവമായ വിഷയമായതുകൊണ്ടങ്ങ് പറഞ്ഞതാ ഞാൻ. മഹത്വത്തിൽ വസിച്ചവൻ അല്ലേ, മഹത്വത്തിലല്ലേ വസിക്കുന്നത്. അവിടെ മരത്തിന്റെ പണിയൊന്നും പുറത്ത് കാണുന്നില്ല. പ്യുവർ ഗോൾഡ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. ദൈവത്വം മാത്രമാണ് അവിടെ വെളിപ്പെട്ട് നിൽക്കുന്നത്. അതേസമയം ബത്ലഹേമിലേക്ക് നമ്മൾ നോക്കുമ്പോ ദൈവത്വം മറഞ്ഞിരിക്കുകയാണ്, മനുഷ്യത്വമാണ് വെളിപ്പെട്ട് നിൽക്കുന്നത്. താണിറങ്ങി വന്നു. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ഈ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട്. ഫിലിപ്പി ലേഖനത്തിലെ ആ വാക്യത്തിന് തന്നെത്താൻ ഒഴിച്ചു. അങ്ങനെ തന്നെത്താൻ ഒഴിച്ചവനാ നമ്മോട് പറയുന്നത് തന്നെത്താൻ ത്യജിക്കണമെന്ന്. നമ്മളിപ്പോ അതിനൊന്നും ചൗര്യമില്ലെന്നുള്ള മട്ടില്ല ഓടിപ്പാഞ്ഞ് നടക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല. അങ്ങനത്തെ വാക്യങ്ങളൊക്കെ പൊടി പിടിച്ച് കിടക്കുക അവിടെ. തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശ് എടുക്കണം. അങ്ങനെ തന്നെ ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയണം. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ജൻസികളിലേക്ക് അങ്ങനെയൊക്കെ ബൈബിളിൽ ഉണ്ടോ പാസ്റ്റർ, ഇത് ഉണ്ടാക്കി പറയുന്നതാണെന്ന് വേണേ ചോദിച്ചു കളയും. കാരണം ഇത് സുലഭമായി പറയുന്നില്ല, സുലഭമായി പ്രസംഗിക്കപ്പെടുന്നില്ല. കൺവെൻഷനുകളൊക്കെ ഒത്തിരി നടക്കുന്നുണ്ടെങ്കിലും വ്യാപകമായിട്ട് ഈ വിഷയങ്ങളുടെ ഒരു ഡെപ്ത് വെളിപ്പെട്ടു വരുന്നില്ല. ഉപവാസ പ്രാർത്ഥനയിലും കൺവെൻഷനിലും ഒക്കെ താൽക്കാലിക മുട്ടുശാന്തിയുടെ വിഷയങ്ങളാണ് വരുന്നത്. ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ, സാങ്ക്ടിഫിക്കേഷനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളല്ല വരുന്നത്. പ്രത്യാശ വർദ്ധിപ്പിക്കുമാറുള്ള കാര്യങ്ങളല്ല വരുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നതിനകത്ത് ആ ലേവ്യ പുസ്തകം 8-ാം അധ്യായം തുറക്കാൻ പറഞ്ഞിട്ടാ ഇത്രയും വണ്ടി ഓടിയത്. തിരിച്ച് ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിലേക്കും 14-ാം അധ്യായത്തിലേക്കും വന്ന് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം. അങ്ങനെ 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗരോഹിത്യത്തോടുള്ള ബന്ധത്തിൽ അഹരോനെയും പുത്രന്മാരെയും തെരഞ്ഞെടുത്ത് അവരെ കരപൂരണത്തിന് വേണ്ടി കൊണ്ടുവരികയാണ്, കോൺസിഗ്രേറ്റഡ് ലൈഫിലേക്ക് കൊണ്ടുവരികയാണ്. അതാണ് 8-ാം അധ്യായത്തിലെ വിഷയം. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സമാഗമന കൂടാരത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടിട്ട്, അതായത് പുറപ്പാട് ദിവസം 40-ാം അധ്യായത്തിലാണ് ആ പൂർത്തീകരിക്കപ്പെടുന്ന കാര്യം നമ്മൾ കാണുന്നത്. അത് കുറച്ചും കൂടി എടുത്തെഴുതിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഒന്നുകൂടെ എടുത്തെഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ ലേവ്യ പുസ്തകം 9-ാം അധ്യായം. അതിന്റെ അവസാനം വരുമ്പോ ആ കാര്യമുണ്ട്. അപ്പം സമാഗമന കൂടാരത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ട് അവിടെ പൗരോഹിത്യം ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അഹരോനെയും പുത്രന്മാരെ തെരഞ്ഞെടുക്കുന്ന കാര്യമാണ് 8-ാം അധ്യായത്തിൽ. 8-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ആ 1-2 വാക്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? സമാഗമന കൂടാരത്തിന്റെ പണി ഏതാണ്ട് പൂർത്തീകരിക്കപ്പെട്ടു. എന്നിട്ട് അഹരോനെയും പുത്രന്മാരെ എല്ലാം അവിടെ കൂട്ടിവരുത്തുകയാണ്. സഭയെല്ലാം അതിന്റെ പ്രാകാര വാതിൽക്കലിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം അവിടെ 2-ാം വാക്യത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അഹരോനെയും പുത്രന്മാരെയും കൊണ്ടുവരുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട് വസ്ത്രം, അഭിഷേക തൈലം, പാപയാഗത്തിനുള്ള കാള, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, 2 ആട്ടുകൊറ്റനെ കൊണ്ടുവരുന്ന കാര്യം. അവിടെ ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് 2 ആട്ടുകൊറ്റനുണ്ട്. 2 ആട്ടുകൊറ്റൻ. ആ 2 ആട്ടുകൊറ്റനോടുള്ള ബന്ധത്തിൽ നമ്മൾ ആ പേജ് ഒന്നുകൂടെ മറയ്ക്കുമ്പോൾ അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അവൻ ഹോമയാഗത്തിനുള്ള ആട്ടുകൊറ്റനെയും കൊണ്ടുവന്നു. അഹരോനും പുത്രന്മാരും ആട്ടുകൊറ്റന്റെ തലമേൽ കൈവച്ചു. അതായത് ആ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ കൊണ്ടുവന്ന 2 ആട്ടുകൊറ്റന്മാരിൽ ഒന്നിനെ ഹോമയാഗമായിട്ട് അർപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത ആടിനോടുള്ള ബന്ധത്തിൽ നമ്മൾ അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ അതിന്റെ 22-23 വാക്യം അതൊന്ന് വായിച്ചു. അതെ, ഇതേ കാര്യം തന്നെ അഹരോന്റെ പുത്രന്മാരെയും
അങ്ങനെ തന്നെ ചെയ്തു എന്ന് തൊട്ട് താഴെയുണ്ട്. അപ്പം ഈ രണ്ട് വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കരപൂരണത്തോടുള്ള ബന്ധത്തില് കരപൂരണത്തിന്റെ പ്രത്യേകത എന്താ? ഈ സമാഗമന കൂടാരത്തിലാകട്ടെ യെരൂശലേം ദേവാലയത്തിലാകട്ടെ 5 വിധ യാഗങ്ങൾ നിരന്തരമോടെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരുവനെ പൗരോഹിത്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അർപ്പിക്കുന്നതാണ് കരപൂർണ യാഗം. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുകയല്ല. അങ്ങനെ കരപൂർണ യാഗത്താൽ അവരെ ആ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഇപ്പോ ഈ വായിച്ച വാക്യപ്രകാരം കരപൂർണത്തിനുള്ള ആട്ടുകൊറ്റനെ കൊണ്ടുവന്ന് ആ ആട്ടുകൊറ്റനെ അറുത്ത് അതിന്റെ രക്തമെടുത്ത് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയമിക്കപ്പെട്ട അഹ്റോനെയും പുത്രന്മാരെയും അടുത്തു വരുത്തി അവരുടെ വലത്തെ കാതിന്റെ ഇവിടെ ആ രക്തം പുരട്ടും. വലത്തെ കാതിൽ അവരുടെ വലത്തെ കൈയുടെ പെരുവിരലിൽ ആ രക്തം പുരട്ടും. വലത്തെ കാലിന്റെ പെരുവിരലിൽ ആ രക്തം പുരട്ടും. ഇങ്ങനെ കാതിലും കയ്യിലും പെരുവിരലിലും ഒക്കെ ആ രക്തം പുരട്ടുകയാണ്. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട അവരോടുള്ള ബന്ധത്തിലാണ് ഈ കാര്യം കാണുന്നത്. നോക്കണം, നമ്മൾ ആ വായിച്ചതില് ഈ 12 ഗോത്രക്കാർ അഥവാ ഇസ്രായേൽ സഭ, മരുഭൂമിയിലെ സഭ, അവര് സമാഗമന കൂടാരത്തിന്റെ വെളിയിൽ എല്ലാവരും നിൽപ്പുണ്ട്. അവരെല്ലാം വെളിയിൽ സാക്ഷിയായി നിൽക്കുമ്പോഴാണ് അവരുടെ സമൂഹത്തിൽ നിന്ന് ലേവ്യ ഗോത്രത്തിലുള്ള ഈ അഹ്റോനെയും പുത്രന്മാരെയും പൗരോഹിത്യത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്നത്, പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്നത്. ആ തെരഞ്ഞെടുക്കപ്പെട്ടവര് ആ സമർപ്പിത ജീവിതത്തിലേക്ക് വരുമ്പോ ഞാനതിൽ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ആ 8-ാം അധ്യായം മുഴുവൻ ധ്യാനിക്കണം. അതായത് അതിന്റെ തുടക്കം മുതൽ നമ്മൾ ധ്യാനിച്ചു വരുമ്പോൾ അവരെ വെള്ളം കൊണ്ട് കഴുകുന്നതും അങ്കി ധരിപ്പിക്കുന്നതും തലമേൽ മുടി വെക്കുന്നതും അവരുടെ തലയിൽ അഭിഷേക തൈലം ഒഴിക്കുന്നതും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. ഞാനിപ്പോ പൗരോഹിത്യത്തിന്റെ വിശദീകരണത്തിലേക്ക് വന്നതല്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റുമായിട്ട് ഈ ഒരു കാര്യം ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ഈ കാര്യം എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഇത് പഴയ നിയമത്തിലെ ഒരു കാര്യമാണ്. പഴയ നിയമത്തിൽ പൗരോഹിത്യത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്നവരോടുള്ള ബന്ധത്തിലാണ് ഈ കാര്യം കാണുന്നത്. പഴയ നിയമത്തിൽ മാത്രമല്ലല്ലോ, പുതിയ നിയമത്തിൽ പൗരോഹിത്യം ഉണ്ടല്ലോ. പുതിയ നിയമത്തിലെ പൗരോഹിത്യത്തെ കുറിച്ച് നമ്മുടെ ബോധ്യം എന്താ? പുറത്തുള്ള ആൾക്കാർക്ക് വേറെ ബോധ്യമുണ്ട്. നമ്മെ സംബന്ധിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകത്തിൽ ദൈവരാജ്യത്തിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവവേദിയിലും ആൺ പെൺ വ്യത്യാസമന്യേ അവര് പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാം മേലൊരു പൗരോഹിത്യം കിടക്കുകയാണ്. ആ പൗരോഹിത്യം നമ്മൾ നിവർത്തിക്കുന്നുണ്ട്. എല്ലാവരും അത് നിവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ പഴയ നിയമത്തിലെ പൗരോഹിത്യത്തിന്റെ രീതി അനുസരിച്ച് എങ്ങനെയാ പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ യാഗപീഠത്തിൽ യാഗം അർപ്പിച്ചുകൊണ്ട് അകത്തു വന്ന് ധൂപപീഠത്തിൽ പരിമള ധൂപം അർപ്പിച്ചുകൊണ്ടാണ് ആ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അതിന്റെ വിശദീകരണങ്ങളൊക്കെ പുതിയ നിയമത്തിൽ നമുക്ക് കൊടുക്കാനുണ്ട്. അത് പോട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഈ 12 ഗോത്രത്തിൽ നിന്ന് ആ ഒരു കുടുംബത്തെയാണ് പൗരോഹിത്യത്തിന് തെരഞ്ഞെടുത്തത്. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പുത്രന്മാരെയും രംഗത്ത് കൊണ്ടുവന്ന് സഭയുടെ മുമ്പാകെ ദൂതന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് അവരുടെ വലത്തെ കാതിൽ രക്തമടയാളമാണ്. ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ആരാ? അവിടെയുള്ള ഏതെങ്കിലും ഗമാലിയേൽ പറഞ്ഞ കാര്യമാണോ? ഈ കഴിഞ്ഞ ദിവസം ചില വിദ്വാൻമാര് പറയാണ് 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൽ ആ പറയുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ചുമ്മാ പൗലോസിന്റെ അഭിപ്രായം മാത്രമാണ്. ദൈവമേ, 2026 ആയപ്പോഴത്തേക്കും പൗലോസിന്റെ ലേഖനങ്ങൾ പോലും വെറും അഭിപ്രായമായിട്ട് മാറി. അതൊക്കെ പൗലോസിന്റെ അഭിപ്രായമാണ്. സ്ത്രീകളോടുള്ള ബന്ധത്തിൽ പുള്ളിക്ക് അങ്ങനെയാണ്. അല്ലേലും സ്ത്രീകൾ യോഗ്യമായി വസ്ത്രം ധരിക്കണം എന്നുള്ളത് ചുമ്മാ ഒരു അഭിപ്രായമാണെന്നാ പറയുന്നത്. വിലയേറിയ വസ്ത്രം ധരിക്കുന്നതും പൊന്നണിയുന്നതും എന്നൊക്കെ പറഞ്ഞ് വാക്യമുണ്ടല്ലോ. അതൊക്കെ പൗലോസിന്റെ വെറും ഒരു അഭിപ്രായം മാത്രമാണെന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ ഭാഗം വായിച്ചിട്ട് നമ്മൾ എന്താ ഇതിലൂടെ പറഞ്ഞു കൊണ്ടുവരാൻ പോകുന്നത്? പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യം മുന്നമേ വായിച്ചു. അത് ഞാൻ ഈ ഭാഗം വായിക്കുന്നതിന് മുമ്പ് അഡ്വാൻസ് ചെയ്ത് വായിച്ചതാണ്. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കാൻ ശ്രമിപ്പിന്നാണ് പറഞ്ഞത്. നമ്മുടെ വിളി രാജകീയ വിളിയാണ്, വിശുദ്ധ വിളിയാണ്. നമ്മെ തന്റെ രാജ്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിന്റെ ഭാഷയിൽ നാം അവന്റെ രാജ്യത്തിലെ രാജാക്കന്മാരാണ്. അപ്പോൾ തന്നെ നാം ആ രാജ്യത്തിലെ പുരോഹിതന്മാരാണ്. പുതിയ നിയമ സഭയാം ആലയത്തിലെ പുരോഹിതന്മാരാണ് നാം. ആൺപെൺ വ്യത്യാസമന്യേ നാം ഓരോരുത്തരും പുരോഹിതന്മാരാണ്. അപ്പൊ അങ്ങനെ ആ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഹ്റോനും പുത്രന്മാരും വന്നപ്പോൾ അതിലെ നിഷ്കർഷകൾ അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മെ കൊണ്ടുവന്നത്. പാപയാഗത്തിനുള്ള കാളയെ അറക്കുന്ന കാര്യമുണ്ട്, ഹോമയാഗത്തിനുള്ള ആട്ടുകൊറ്റനെ അറക്കുന്ന കാര്യമുണ്ട്. ആ കാളയിലേക്കോ ആടിലേക്കോ ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ നമ്മൾ കാണുന്നത്. അതുപോലെ അവരുടെ തലയിൽ ഒഴിക്കേണ്ട അഭിഷേക തൈലം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അതെല്ലാം നമ്മൾ പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ യേശുക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട് ദൈവരാജ്യത്തിൽ വന്നവർ ആ അഭിഷേകത്തിൽ നിലനിൽക്കേണ്ടതുണ്ട്. അതായത് ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ തലയിൽ നിന്ന് താടിയിലൂടെ വസ്ത്രത്തിന്റെ വിളിമ്പിലൂടെ ആ ശരീരത്തിലേക്ക് ഒഴുകി വരുന്ന ആ അഭിഷേകം,
അതായത് നാം ആകുന്ന ശരീരം ആ ശിരസ്സുമായി ചേർന്നിരിക്കുമ്പോൾ ആ അഭിഷേകം നമ്മിലും ചലിക്കുകയാണ്. അതാണ് ക്രിസ്തുവിനോട് ചേരണം, ക്രിസ്തുവിനോട് പറ്റിച്ചേരണം. രണ്ട് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറില്ലേ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുകയാണ്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ ക്രിസ്തുവിനോട് പറ്റിച്ചേരണം. അപ്പോഴാണ് അഭിഷേകമൊക്കെ ചലിക്കുന്നത്. ആ അഭിഷേകം ചലിക്കുമ്പോഴാണ് ജെൻസിയോടൊക്കെ വർത്തമാനം പറയാൻ പറ്റൂ, ആരോടും വർത്തമാനം പറയാൻ പറ്റൂ. അല്ല, ചിലർ ചോദിക്കുന്നുണ്ട്, ചില ജെൻസികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ബന്ധിക്കോസുകാർക്ക് കേരളത്തിലൊരു ബന്ധിക്കോസും കേരളത്തിന് വെളിയിൽ വേറൊരു ബന്ധിക്കോസും. ആ ചോദിച്ച ജെൻസികളുടെ മുമ്പിൽ സല്യൂട്ട് ചെയ്യുകയല്ലാതെ വേറെ മാർഗമില്ല. ന്യായമായ കാര്യമാണ് ജെൻസി ചോദിച്ചത്. അതെന്താ നിങ്ങളുടെ ബന്ധിക്കോസ് കേരളത്തിലൊരു ബന്ധിക്കോസ്, കേരളത്തിന് വെളിയിൽ വേറൊരു ബന്ധിക്കോസ്, കേരളത്തിൽ ആഭരണമില്ല ബന്ധിക്കോസ്, കേരളത്തിന് വെളിയിൽ എന്തു ആകാവുന്ന ബന്ധിക്കോസ്? അതെന്താ അതിന്റെ കാരണം? അതെന്താണ് അതിന്റെ കാരണം? മലയാളക്കരയിൽ ഒരു കാലത്ത് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അതിന്റെ നിലയിൽ അഭിഷേകത്തിൽ നിന്നുകൊണ്ടാണ് അന്നുള്ള പൂർവന്മാർ ഈ കാര്യങ്ങളെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് കേൾവിക്കാർക്ക് കാര്യം മനസ്സിലായി. അവർ അമ്പരചുംബികളായ പള്ളികളും സംവിധാനങ്ങളും അവർക്കുള്ള സകലതും വിട്ടെറിഞ്ഞ് ഇറങ്ങി വന്നു. വിട്ടെറിഞ്ഞിട്ട് ഇറങ്ങി വരികയാണ്. മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി വന്നു. ആളുകൾ എന്ത് ധരിക്കും, എങ്ങനെ ധരിക്കും എന്നൊന്നും അവർ ചിന്തിച്ചില്ല. അവരെ അന്ന് അങ്ങനെ ഇറക്കിക്കൊണ്ടുവന്നത് എങ്ങനെയാ? അഭിഷേകമുള്ള ശുശ്രൂഷകന്മാരാണെന്ന് ശുശ്രൂഷിച്ചത്. അഭിഷേകത്തിൽ നിന്നുകൊണ്ട് കാര്യമാത്ര പ്രസക്തമായി പറഞ്ഞപ്പോൾ അവർക്ക് ദൈവരാജ്യത്തിന്റെ മഹിമ വെളിപ്പെട്ട് കിട്ടി. വിളിയുടെ ആഴം മനസ്സിലായി. ഗംഭീര വിളിയല്ലേ? ലോകാവസാനം വരെ ഓർത്തഡോക്സ് പള്ളിയുടെ അല്ലെ കത്തോലിക്ക പള്ളിയുടെ പുറകിലിരുന്ന് കുരിശും പറിച്ച് കുറിയലൈസോരും പറഞ്ഞ് പൊടിയും തട്ടി വീട്ടിൽ പോകുന്നതാ. ഏതോ അച്ഛനും കപ്പിയാരും അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുമ്പോ കാഴ്ചക്കാരായിട്ട് ഇവിടെ നിന്നിട്ട് നമ്മൾ പോകും. അതേസമയം ഈ വിളി എങ്ങനെയാ? രാജകീയ പുരോഹിത വിളിയാണ്. എന്ന് വെച്ചാൽ ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, പുതുനിയമ സഭയാമാലയത്തിൽ പുരോഹിതന്മാരായിട്ടല്ലേ വിളിക്കുന്നത്. ചെറിയ വിളിയല്ല, ഉയർന്ന ഒരു തലമാണത്. അത് രണ്ടും കൂടെ ചേർത്ത് വെച്ചൊന്ന് ചിന്തിച്ചേ. പണ്ട് കാലത്ത് വല്ലപ്പോഴും പള്ളി പോകുമല്ലോ, ആ പോകുമ്പോ ആ ഭിത്തിയിൽ ഇങ്ങനെ ചാരി നിന്ന് കുറിയലൈസോരും കുരിശും വരച്ച് വീട്ടിൽ പോകാറില്ലേ? അതാണോ ഇന്ന്? ഇന്ന് സഭയാമാലയത്തിലെ പൗരോഹിത്യം പൂർത്തീകരിക്കുന്നവരാ നമ്മൾ. യാഗാർപ്പണത്തിൽ നിന്ന് മുൻപോട്ട് വന്ന് പരിമള ധൂപാർപ്പണത്തില് കത്തി കയറുകയല്ലേ? അത്യുന്നതന്റെ സന്നിധിയില് ആ സൗരഭ്യം പരത്തുന്ന സത്യാരാധനക്കാരായിട്ട് നമ്മൾ മാറുകയല്ലേ? അവിടെ വിഷാന്തകികളെ പോലെ കാഴ്ചക്കാരായി നിന്നതാ ഇന്നലകളില്. എന്തൊരു വലിയ വിളിയാ നമ്മുടെ മേൽ വന്നത്! റോയൽ കോളിംഗ് അല്ലേ? അങ്ങനെ വിളിക്കപ്പെട്ട് രംഗത്തേക്ക് വന്നപ്പോൾ ഒരു ആട്ടുകൊറ്റൻ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. അല്ലെങ്കിൽ അത്യുന്നതന്റെ സന്നിധിയിൽ പൗരോഹിത്യം പൂർത്തീകരിക്കാൻ പറ്റില്ലെന്നേ. ഒരു ആട്ടുകൊറ്റൻ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ആ ആട്ടുകൊറ്റന്റെ രക്തം എന്റെയും നിങ്ങളുടെയും വലതേ കാതിന്മേലുണ്ട്. അയ്യോ, ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ കാണാൻ പറ്റത്തില്ലെന്നേ. വലത്തെ കാതിൽ ആ രക്തം അടയാളമുള്ളവരാ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, അല്ലേ? വലത്തെ കാതിലും വലത്തെ കൈയുടെ പെരുവിരലിലും വലത്തെ കാലിന്റെ പെരുവിരലിലും ആ രക്തം അടയാളമുണ്ട്. രക്തം അടയാളമുണ്ട്. രക്തം അടയാളമുള്ളവന്റെ കാലിനെ കുറിച്ച് പറയുമ്പോൾ നടപ്പാ കാണിക്കുന്നത്. രക്തം അടയാളമുള്ളവന്റെ നടപ്പ് സൂക്ഷിച്ചു കൊള്ളണം. രക്തം അടയാളമുള്ളവന്റെ കയ്യ് പ്രവൃത്തിയാണത് കാണിക്കുന്നത്. ഇടപാടുകൾ, കൊടുക്കൽ വാങ്ങലുകൾ, സകല കാര്യങ്ങളും ഓർത്തോണം. ഒരു ആട്ടുകൊറ്റന് അറുക്കപ്പെട്ട അതിന്റെ രക്തമാണ് പുരട്ടിയിരിക്കുന്നത്. ശേഷം മനുഷ്യരെ പോലെ ജീവിക്കാനുള്ളവരല്ല നമ്മൾ. ആ ആട്ടുകൊറ്റന്റെ രക്തം കാതിലും പുരട്ടിയിരിക്കുകയല്ലേ? നമ്മുടെ ശ്രദ്ധ മുഴുവനും ഉയരത്തിലെ ശബ്ദത്തിന് വേണ്ടിയായിരിക്കണം. ഉയരത്തിലെ ആലോചനയ്ക്ക് വേണ്ടി ചെവി വട്ടം പിടിച്ച് നിൽക്കണം. മറ്റേ പുള്ളി തോട്ടത്തിൽ വന്നിട്ട് വല്യമ്മച്ചിയോട് എന്നാ പറഞ്ഞു കൊടുത്തത്? എത്ര കാലമായി ഇങ്ങനെ ഇരിക്കുന്നു, ആ വൃക്ഷത്തിന്റെ ഫലമൊക്കെ എത്ര ഭംഗിയുള്ളതാ, കാണാൻ ഭംഗിയുള്ളതും തിന്മാനും ഒക്കെ എത്രയോ നല്ലതാ. നിങ്ങൾ അതൊക്കെ തിന്ന് ദൈവത്തെ പോലെ ആകേണ്ട മനുഷ്യരാണ്. എന്നിട്ട് നിങ്ങളൊരു ബോധമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അബദ്ധമായി പോയി. ആ വൃക്ഷഫല ഇത്രയും കാലമായിട്ട് തിന്നാതിരുന്നത് ഒരു അബദ്ധമായി പോയി. വല്യമ്മയ്ക്ക് തോന്നി, ഈ പുള്ളിക്കാരനെ പോലെ സ്നേഹമുള്ള പുള്ളിക്കാരൻ വേറെ ആരുമില്ല. ഇത്രയും കാലമായിട്ട് ഇതിലെ പോയ സിംഹമോ പുലിയോ കടുവയോ ഒന്നും ആരും ഈ ബുദ്ധി പറഞ്ഞു തന്നില്ല. ആനയൊക്കെ പലപ്പോഴും വീടിന് മുമ്പിൽ കൂടെ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. തുമ്പിക്കൈയൊക്കെ പൊക്കിയേ എന്നാണ്ട് വിശേഷം സുഖമൊക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് വരെ ചരിത്രത്തിൽ ഇവരാരും കാണിക്കാത്ത ഒരു സ്നേഹമാണ് ഈ പാമ്പ് കാണിക്കുന്നത്. പാമ്പ് തീർത്തു പറഞ്ഞു, അബദ്ധമായി പോയി. തീർത്തു പറഞ്ഞു, കാലങ്ങൾക്ക് മുമ്പേ പറിച്ച് തിന്നേണ്ടതായിരുന്നു. നിങ്ങൾ എന്നേ ദൈവത്തെ പോലെ ആകേണ്ടവരായിരുന്നു. ഇത്രയും കാലം ഇങ്ങനത്തെ മന്ദബുദ്ധിത്തരമായിട്ട് നടത്തില്ലേ നിങ്ങൾ? ഇറങ്ങി വാ, ചൂടുകൾ വെക്കൂ, പറിക്കൂ, തിന്നൂ എന്നൊക്കെയാ പറഞ്ഞത്.
അതുപോലെ തന്നെയാണ് നാം നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും തിരിച്ചറിയാത്തൊരു സമൂഹമായി മാറുകയാണ്. കാതിൽ രക്തം അടയാളമുള്ളവരാണ്. നമ്മൾ കേൾക്കേണ്ട ആലോചനകൾ ഉയരത്തിലെ ആലോചനകളാണ്. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മാനുഷികമായ ആലോചനകളല്ല. നമ്മെ സംബന്ധിച്ച് ഈ വിഷയം പറയുമ്പോൾ ഉണ്ടല്ലോ, രണ്ടു കാര്യമുണ്ട് കേട്ടോ. ഞാനിവിടെ പൗരോഹിത്യവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞെങ്കിൽ അതിനോട് ചേർത്ത് വെച്ച് ഇതൊക്കെ പഴയ നിയമ കാര്യമല്ലേ, ഇതൊക്കെ പഴയ നിയമത്തിലെ സബ്ജക്റ്റ് ആണല്ലോ. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോ പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ നാം തന്നെയാണ് ആലയം നാം തന്നെയാണ്, പുരോഹിതൻ നാം തന്നെയാണ്, യാഗമൃഗവും നാം തന്നെയാണ്, അല്ലേ? ആലയം നാം തന്നെയാണ്, പുരോഹിതനും നാം തന്നെയാണ്, യാഗമൃഗവും നാം തന്നെയാണ്. യാഗമായി ഏൽപ്പിച്ചു കൊടുക്കപ്പെടേണ്ട യാഗമൃഗം, യാഗമാകുവാൻ വിളിക്കപ്പെട്ടവനാ പറയുന്നത്. ഒരു ചെറിയ കുണുക്കിട്ടെന്നോർത്ത് യേശുവിന് ഇത്ര ദേഷ്യമുണ്ടോന്നൊക്കെ. യാഗമാകാനേ, കത്തി വെക്കാനുള്ളതല്ലേ, തോലുരിക്കാനുള്ളതല്ലേ, ഖണ്ഡം ഖണ്ഡമായി നുറുക്കാനുള്ളതല്ലേ. അതിന്റെയൊക്കെ അർത്ഥം വല്ലത് ഈ ആളുകൾക്ക് അറിയാവോ? അത് ബലിപീഠത്തിൽ വരുന്നതിന് മുമ്പ് പിന്നെയും വെള്ളത്തിൽ എന്ത് ചെയ്യണം? കഴുകണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ അതിലെ ഒരു ഭാഗമാണ് ഈ 8-ാം അധ്യായത്തിൽ ഈ വാക്യം വെച്ചിട്ട് വാത്സല്യ സഹോദരങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. വളരെ സീരിയസ് ആയ ഒരു കാര്യം. കാതിൽ രക്തം അടയാളമുള്ളവരാ നാം. ഈ രക്തമടയാളമുള്ള ഈ കാതും കൊണ്ട് ഏത് തട്ടാന്റെ അടുക്ക പോകും? ഏത് തട്ടാന്റെ അടുക്ക പോകും? രക്തമടയാളമുള്ള ഈ കാത് തുളയ്ക്കാൻ പാകത്തിന് പ്രാപ്തിയുള്ള തട്ടാൻ നെടുമ്പുറത്തായിരിക്കും ഉള്ളത്. അത് എവിടെയായിരിക്കും ആ തട്ടാനുള്ളത്? ശ്രദ്ധിക്കണം. ഇങ്ങനെ രക്തമടയാളമുള്ള കാത് തുളയ്ക്കണമെങ്കിൽ അഭിഷേകതയിലും തലയിൽ വീണ ഒരുവൻ വേണ്ടേ? പണ്ടുകാലത്ത് പെന്തിക്കോസിന്റെ ടീച്ചിങ്ങും ഇടപാടുകളും അനുസരിച്ച് നമ്മൾ എങ്ങനെ കേട്ടിരിക്കുന്നത്? അവിടെ കുഴി കുഴിക്കണമെങ്കിൽ അവൻ അഭിഷേകം പ്രാപിക്കണം, പായിടണമെങ്കിൽ അഭിഷേകം പ്രാപിക്കണം, വെള്ളം കോരണമെങ്കിൽ അഭിഷേകം പ്രാപിക്കണം, അല്ലാത്തവരൊന്നും ശുശ്രൂഷയിൽ പങ്കെടുപ്പിക്കില്ലെന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രാജാതിരാജന്റെ മന്ദിരമായ ഈ മന്ദിരം, രക്തമടയാളമുള്ള മന്ദിരം, ഈ മന്ദിരത്തിൽ ഒരു കിഴുത്തയിടാൻ അഭിഷേകതയിലും തലയിൽ വീണൊരു തട്ടാൻ വേണ്ടേ? വേണോ വേണ്ടിയോ സഹോദരങ്ങളെ? ഞാൻ കാര്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നമ്മൾ ഈ പറയുന്നതൊക്കെ 4-3-7 ആളെ കേൾക്കുന്നുള്ളൂ. മലയാളി പെന്തിക്കോസിലെ വില്ലാളി വീരന്മാരും കേമന്മാരും ഒന്നും ഇതൊന്നും കേൾക്കുന്നില്ല. വലിയ ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ഈ പറയപ്പെട്ട ആളുകളുടെ പൂർവന്മാരെല്ലാം പണ്ട് കാലത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, പായിടണമെങ്കിൽ അഭിഷേകം പ്രാപിച്ചിരിക്കണം. ഭയങ്കര നിർബന്ധമാണ്. കുഴി കുഴിക്കണമെങ്കിൽ അഭിഷേകം പ്രാപിക്കണം, കഞ്ഞി വെക്കണമെങ്കിൽ അഭിഷേകം പ്രാപിക്കണം, മൊത്തത്തിൽ അഭിഷേകം പ്രാപിക്കണം. ഓക്കെ, ഒരു ചലഞ്ചായിട്ട് നമ്മൾ സമ്മതിക്കുകയാണ്. അതൊക്കെ അങ്ങനെ തന്നെ വേണം. ഈ കാണുന്ന മന്ദിരം ആരുടെ മന്ദിരമാണെന്നാ പറഞ്ഞത്? തേജോമയനായ ദൈവത്തിന്റെ, ധന്യനായ ഏകാധിപതിയും താൻ മാത്രം അമർത്യതയുള്ളവരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായവന്റെ മന്ദിരം. അവന്റെ മന്ദിരം, നിത്യദഹനങ്ങളുടെ മന്ദിരമാണിത്. നിത്യദഹനങ്ങളുടെ അടുക്കൽ ആർ പാർക്കുന്നൊക്കെ വായിക്കുന്നില്ലേ നമ്മള്? ആ തേജോമയനായ ദൈവം പാർക്കുന്ന, വസിക്കുന്ന തന്റെ മന്ദിരം. ഈ മന്ദിരത്തിൽ കൈവയ്ക്കാൻ ഒരുവൻ വരികയാണെങ്കിൽ അവനും ഒരു അഭിഷേകമൊക്കെ പ്രാപിക്കണ്ടേ? പർവ്വതത്തിലെ മാതൃക പ്രകാരം പണിയപ്പെടുന്ന ഒരു മന്ദിരമാണിത്. പർവ്വതത്തിലെ മാതൃക പ്രകാരം പണിയപ്പെടേണ്ട ഒരു മന്ദിരം. അങ്ങനെ പണിയപ്പെട്ട് മുൻപോട്ട് പോകുന്ന മന്ദിരം, എങ്കിൽ മാത്രമേ അതിലേക്ക് തേജസ് ഇറങ്ങിയുള്ളൂ. ഇപ്പോ ലേവ്യ പുസ്തകം 8-ാം അധ്യായം തുറന്നു വെച്ച് 9-ാം അധ്യായത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോ എന്താ കാണുന്നത്? കൂടാരത്തിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് അഹരോനും മോശയും കൂടെ യാഗം ഒരുക്കി യാഗപീഠത്തിൽ വെച്ച് അവർ അകത്ത് നിന്ന് പുറത്തു വന്നു എന്നൊക്കെയാ വായിക്കുന്നത്. വലിയ പഠനം ആ 2 വാക്യത്തിലൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ സമയമെടുത്തിട്ടാണ് ആ വാക്യം വിശദീകരിച്ചിട്ടുള്ളത്. ഗംഭീരമായ വാക്യമല്ലേ? അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി. അവിടെ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിലെ യാഗവസ്തുവിനെ ദഹിപ്പിച്ചെന്നാ കാണുന്നത്. അടുത്ത ദിവസം നമ്മൾ ഇതിന്റെ തുടർച്ചയെന്നോണം പറയാൻ പോകുന്ന ആ കാര്യത്തിലേക്കാണ്. അവിടെ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിലെ യാഗവസ്തുവിനെ ദഹിപ്പിച്ചെന്ന്. അങ്ങനെ സംഭവിക്കാനുണ്ടായ കാരണം എന്താ? പർവ്വതത്തിലെ മാതൃക പ്രകാരമാണ് മോശ കൂടാരം പണത്. ലഭിക്കപ്പെട്ട നിയമപ്രകാരമാണ് യാഗം ഒരുക്കി യാഗപീഠത്തിൽ വെച്ചിരിക്കുന്നത്. 2 കാര്യമാണ്. എന്തൊക്കെയാ 2 കാര്യം? ഒന്ന്, പർവ്വതത്തിലെ മാതൃക പ്രകാരമാണ് ഈ കാണുന്ന കൂടാരം മുഴുവൻ ചമച്ചത്. 2, ലഭിക്കപ്പെട്ട പ്രമാണപ്രകാരമാണ് യാഗം ഒരുക്കി യാഗപീഠത്തിൽ വെച്ചിരിക്കുന്നത്. 2 കാര്യം. മോശയിലും മോശയുടെ യാഗത്തിലും പ്രസാദിച്ചു എന്ന് നമുക്ക് വേണേൽ പറയാം. കയീലിനും കായീന്റെ യാഗത്തിലും പ്രസാദിച്ചില്ലെന്ന് വായിക്കുന്ന പോലെ
ഹാബേലിലും അവന്റെ യാഗത്തിലും, ഹാബേലിലും പ്രസാദിച്ചു, അവന്റെ യാഗത്തിലും പ്രസാദിച്ചു. ഇവിടെ മോശയിലും പ്രസാദിച്ചു, മോശയുടെ യാഗത്തിലും പ്രസാദിച്ചു. വിശദീകരിച്ചാലാണ് മനസ്സിലാകുകയുള്ളൂ. നിങ്ങളിത് കേട്ടിട്ടുള്ള ആളുകളാണ് ഇരിക്കുന്നവരിൽ നല്ല പങ്കും. അതുകൊണ്ട് വിശദീകരിക്കാൻ ഞാനിപ്പോ സമയം മെനക്കെടുത്തുന്നില്ല. ഇത്രയേ ഉള്ളൂ. വിഷയത്തിന്റെ ഗൗരവമാണ് പറഞ്ഞു കൊണ്ടുവരുന്നത്. വിഷയത്തിന്റെ ഗൗരവം. നമ്മൾ തേജോമയനായ ദൈവത്തിന്റെ നിവാസങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യമായി മോശ വഴി ഇസ്രായേലിനോടാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എനിക്കൊരു തിരുനിവാസം ഉണ്ടാക്കണം. ആ വിശുദ്ധ മന്ദിരം, അതാണ് സമാഗമന കൂടാരം. ആ കൂടാരത്തിൽ ഏകദേശം 488 വർഷമാണ് വലുവനായ ദൈവം പാർത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് യെരൂശലേം ദേവാലയം 1000-ൽ താഴെ വർഷം ദൈവത്തിന്റെ സാന്നിധ്യം അതിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മൂന്നാമത് നമ്മൾ പറയുമ്പോൾ, ഇതിനിടയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ വേറെയുണ്ട്, നമ്മളൊരൊറ്റ ജമ്പിങ് ആണ് മൂന്നാമത്തെ കൂടാരത്തിലേക്ക്. അതാണ് ദൈവസഭ. അത് ഒന്നുകൂടെ തെളിച്ചു പറയുമ്പോൾ ഞാനും നിങ്ങളുമാണ് ആ കൂടാരം. മൂന്നാമത്തെ കൂടാരത്തിലേക്ക് പറഞ്ഞു വരുമ്പോൾ ഇതിനിടയിൽ സെരുബാബേലിന്റെ ഇല്ലേ യെഹോദാവിന്റെ ഇല്ലേ എന്നൊന്നും ചോദിച്ചു പറയരുത്. അതൊക്കെ പഠന വിഷയങ്ങളാണ്, അതിലേക്കൊന്നും അല്ല പോകുന്നത്. ഓടിച്ചു പറയുകയാണ്. ഈ പറയപ്പെട്ട കൂടാരങ്ങളും മന്ദിരങ്ങളെല്ലാം ഉയരത്തിലെ ആലോചനയാൽ പണിയപ്പെട്ടതാണ്. ഈ പറയുന്ന മൂന്നാമത്തെ കൂടാരം, ഈ കൂടാരം, ഇത് ഉയരത്തിലെ ആലോചനയാണ്. ആ ആലോചന പ്രകാരം സജ്ജമാക്കി അതിൻ പ്രകാരം ചലിക്കുന്ന കൂടാരം. ആ കൂടാരത്തോടുള്ള ബന്ധത്തില് ഈ ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിൽ കൂടാരത്തിൽ രക്തം തളിക്കുന്നുണ്ട്. കൂടാരത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടിട്ട് കൂടാരത്തിലും രക്തം തളിക്കുന്നുണ്ട്. എല്ലാം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ലെന്നേ ഉള്ളൂ. ഞാൻ 22-23 വാക്യത്തിലാണ് നിന്നുകൊണ്ട് അല്പം പറയാൻ ശ്രമിച്ചത്. വലത്തെ കാതിൽ, വലത്തെ കയ്യിൽ, വലത്തെ കാലിൽ രക്തമടയാളം. അത് പറഞ്ഞു വന്നപ്പോഴാണ് ഈ കാര്യം തെളിഞ്ഞു വന്നത്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതായത് അത്യുന്നതനായ ദൈവത്തിന്റെ മന്ദിരമാണിത്. ഇതിനകത്ത് അന്യൊരുത്തൻ കൈകാര്യം ചെയ്യാനായിട്ട് ദൈവം അനുവദിക്കുവോ? ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുകയായിരിക്കും, അപ്പൊ പാസ്റ്റർ ബാർബർ ഷോപ്പിൽ പോകുന്നില്ലേ എന്ന്. എന്റെ കർത്താവേ, അങ്ങനെയൊക്കെ ചോദിച്ചു വരരുത്. അങ്ങനെയൊക്കെ ചോദിച്ചു വരരുത്. നേഴ്സ് കുത്തിവെക്കാറില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം വേറെ വിഷയം. അങ്ങനെയൊക്കെ ചോദിക്കില്ലേ ജൻസികളെ? അതിനൊക്കെ നമുക്ക് മറുപടി ഉണ്ട്. ഈ പറഞ്ഞു വരുന്ന വിഷയത്തിന്റെ ഗൗരവം അതിന്റെ നിലയ്ക്ക് ഏറ്റെടുക്കുക, മനസ്സിലാക്കുക. ഇത് സീരിയസ് ആണ്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ തന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക. പുതിയ നിയമ സഭയാമാലയത്തിലെ പുരോഹിതന്മാരെന്നുള്ള വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. ആ വിളിയുടെ ഗൗരവം മനസ്സിലാക്കുക. ലേവിയ പൗരോഹിത്യം പോലൊരു പൗരോഹിത്യമല്ല ഇത്. ഇതൊരു ശ്രേഷ്ഠ പൗരോഹിത്യമാണ്. ആ പൗരോഹിത്യത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ആഴത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ധ്യാനിച്ചുകൊള്ളുക. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗൗരവമായ കാര്യമാണ്. സമയം പോയതുകൊണ്ട് നമ്മൾ വേഗം മുന്നോട്ട് പോവുകയാണ്. ലേവ്യ പുസ്തകം 14-ാം അധ്യായം തുറക്കുകയാണ്. എന്താ 14-ാം അധ്യായത്തിന്റെ പ്രത്യേകത? നമ്മൾ സാധാരണ പറയാറില്ല, ഈ ഓരോ അധ്യായങ്ങൾക്കും അതിൻ്റെതായ പ്രസക്തിയുണ്ട്, പ്രത്യേകതയുണ്ട്. അധ്യായത്തിലുള്ള എല്ലാ കാര്യം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. ലേവ്യ പുസ്തകം 16-ാം അധ്യായം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് എന്തായിരിക്കും കടന്നു വരുന്നത്? ലേവ്യ പുസ്തകം 16-ാം അധ്യായം എന്ന് പറയുമ്പോൾ, അതുപോലെ 14-ാം അധ്യായം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കടന്നു വരുന്നത്? 8-ാം അധ്യായം, 9-ാം അധ്യായം, ഇങ്ങനെ ഓരോ അധ്യായങ്ങൾക്കൊക്കെ അതിൻ്റെതായ പ്രസക്തിയുണ്ട്. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണമാണ് ഇവിടുത്തെ വിഷയം. 14-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മൾ നോക്കുമ്പോൾ യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്ത് കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിവസത്തിൽ അവനെ സംബന്ധിച്ചുള്ള പ്രമാണം പറയുകയാണ്. അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ പാളയത്തിന് പുറത്ത് ചെല്ലണം. കുഷ്ഠരോഗിയുടെ കുഷ്ഠം സുഖമായി എന്ന് പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം കഴിക്കുവാനുള്ളവന് വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള 2 പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവ കൊണ്ടുവരുവാൻ കൽപ്പിക്കണം. അത് കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിലെ വിശദീകരണമാണ്. ആ കാര്യങ്ങളൊന്നും പറയാനായിട്ട് ഞാനിപ്പോ സമയമെടുക്കുന്നില്ല. അങ്ങനെ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമാഗമന കൂടാരത്തിന്റെ മുൻപില് ഈ കുഷ്ഠരോഗിയായ, ഈ ശുദ്ധീകരണം പ്രാപിച്ച കുഷ്ഠരോഗിയായ വ്യക്തിയെ നിർത്തണം. എന്നിട്ട് അതിന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 11-ാം വാക്യത്തിൽ എന്താ കാണുന്നത്? ശുദ്ധീകരണം കഴിക്കുന്ന പുരോഹിതൻ ശുദ്ധീകരണം കഴിക്കുന്നവനെ അവയുമായി യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ നിർത്തണം. അടുത്ത് 12-ാം വാക്യം, പുരോഹിതൻ ആൺ കുഞ്ഞാടുകളിൽ ഒന്നിനെയും എണ്ണയും എടുത്ത് അകൃത്യയാഗമായി അർപ്പിച്ച് യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അവൻ വിശുദ്ധ മന്ദിരത്തിൽ പാപയാഗത്തെയും ഹോമയാഗത്തെയും അറുക്കുന്ന ഇടത്ത് വെച്ച് കുഞ്ഞാടിനെ അറുക്കണം. അകൃത്യയാഗം പാപയാഗം പോലെ പുരോഹിതനുള്ളതാകുന്നു, അത് അതിവിശുദ്ധം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ട ഈ 12, 13, 14 ഒക്കെയുള്ള വാക്യത്തില് അകൃത്യയാഗത്തോടുള്ള ബന്ധത്തിൽ 2 ആടുകളെ കൊണ്ടുവരുന്ന കാര്യം പറയുന്നുണ്ട്. അതിലൊരു ആടിനെ അകൃത്യയാഗമായിട്ട് അഥവാ ട്രസ്പാസ് ഓഫറിംഗ് ആയിട്ട് അർപ്പിക്കണം. പാപയാഗം അറുക്കുന്ന ഇടത്ത് വെച്ച് തന്നെയാണ് അത് ചെയ്യേണ്ടത്. അത് അതിവിശുദ്ധമായ ഒരു കാര്യമായിട്ടാണ് അവിടെ പറയുന്നത്.
അതങ്ങനെ ചെയ്തിട്ട് 14 വാക്യത്തിൽ കാണുന്നത്, പുരോഹിതൻ അകൃത്യയാഗത്തിന്റെ രക്തം കുറെ എടുത്ത് ശുദ്ധീകരണം കഴിക്കുന്നവന്റെ വലത്തെ കാതിന്മേലും വലത്തെ കൈയുടെ പെരുവിരലിന്മേലും വലത്തെ കാലിന്റെ പെരുവിരലിന്മേലും പുരട്ടേണം. പിന്നെ പുരോഹിതൻ എണ്ണ കുറെ തന്റെ ഇടത്തെ ഉള്ളംകൈയിൽ ഒഴിച്ച് പുരോഹിതൻ ഇടം കൈയിലുള്ള എണ്ണയിൽ വലങ്കൈയുടെ വിരൽ മുക്കി വിരൽ കൊണ്ട് 7 പ്രാവശ്യം യഹോവയുടെ സന്നിധിയിൽ എണ്ണ തളിക്കണം. ഉള്ളംകൈയിൽ ശേഷിച്ച എണ്ണ കുറെ പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവന്റെ വലതേ കാതിന്മേലും വലതേ കൈയുടെ പെരുവിരലിന്മേലും വലതേ കാലിന്റെ പെരുവിരലിന്മേലും അകൃത്യയാഗത്തിന്റെ രക്തത്തിന്റെ മീതെ പുരട്ടേണം. പുരോഹിതൻ ഉള്ളംകൈയിൽ ശേഷിപ്പുള്ള എണ്ണ അവൻ ശുദ്ധീകരണം കഴിയുന്നവന്റെ തലയിൽ ഒഴിച്ച് യഹോവയുടെ സന്നിധിയിൽ അവന് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. ഈ 14 അധ്യായം നമ്മൾ തുറന്നു വെച്ച് ഇത് പഠിക്കാൻ ആരംഭിക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തില് നമ്മൾ കാണുന്ന 2 പ്രാക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന കാര്യമാണ് കാണുന്നത്. അതിൽ ഒരു പ്രാവിനെ അറുക്കുകയും ആ അറുത്ത പ്രാവിന്റെ രക്തത്തിൽ മറ്റേ പ്രാവിനെ മുക്കിയെടുക്കുന്നതും ഒക്കെയായ കാര്യങ്ങളുണ്ട്. അതൊക്കെ വിശദീകരിക്കേണ്ടതാണ്, എന്നാൽ ഞാൻ ഓടിച്ചു പറയാണ്. അപ്പൊ അവിടെ 2 പ്രാക്കളെ നമുക്ക് കാണാം. ആ 2 പ്രാക്കളിൽ ഒരു പ്രാവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിന്റെ ഇണപ്രാവായ മറ്റേ പ്രാവ് എന്ന് പറയുന്നതാണ് തന്റെ സഭ എന്ന് പറയുന്നത്. അതായത് തന്റെ സഭയ്ക്ക് വേണ്ടി ഇണപ്രാവ് അറുക്കപ്പെടുകയാണ്. ആ അറുക്കപ്പെട്ട പ്രാവിന്റെ രക്തത്തിലാണ് ഇണപ്രാവിനെ മുക്കിയെടുക്കേണ്ടത്. മുക്കിയെടുത്തു കഴിഞ്ഞിട്ട് ആ പ്രാവിന്റെ ശരീരത്തൂടെ രക്തം ഇങ്ങനെ ഒഴുകുകയാണല്ലോ. ആ രക്തം ഈ കുഷ്ഠരോഗിയുടെ മേൽ തളിക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അതൊക്കെ കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ഈ ശുദ്ധീകരണത്തിന്റെ അടുത്ത സ്റ്റെപ്പുകളാണ് ഈ പിന്നെ കാണുന്നത്. അതെല്ലാം നിങ്ങൾ തന്നെ വായിക്കുക. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു വിടുകയാണ്, എല്ലാം വായിക്കാൻ സാവകാശമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ താഴേക്ക് വായിച്ചു വന്നപ്പോഴാണ് അങ്ങനെ അകൃത്യയാഗമായി അറുത്ത ആ യാഗമൃഗത്തിന്റെ രക്തം കുഷ്ഠരോഗിയുടെ വലത്തെ കാതിൽ പുരട്ടുന്നു, വലത്തെ കൈയുടെ പെരുവിരലിൽ പുരട്ടുന്നു, വലത്തെ കാലിന്റെ പെരുവിരലിൽ പുരട്ടുന്നു. നേരത്തെ നമ്മൾ പൗരോഹിത്യത്തോടുള്ള ബന്ധത്തിൽ, കരപൂരണത്തോടുള്ള ബന്ധത്തിലാണ് 8-ാം അധ്യായത്തിൽ കണ്ടത്, പൗരോഹിത്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്. ഇത് ഒരു കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിലാണ് കാണുന്നത്, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ. അപ്പൊ കുഷ്ഠരോഗിയുടെ കാതിലും കയ്യിലും ഒക്കെ ഈ രക്തം പുരട്ടി കഴിഞ്ഞിട്ട് അഡീഷണൽ ആയിട്ട് പിന്നെ നമ്മൾ താഴെ വായിക്കുന്നത് എന്താ? അതായത് അഭിഷേക തൈലം മഹാപുരോഹിതൻ കയ്യിലെടുക്കണം. കയ്യിലെടുത്തിട്ട് അതിൽ കുറെ എടുത്ത് അവന്റെ വലത്തെ കാതിലും വലത്തെ കൈയുടെ പെരുവിരലിലും വലത്തെ കാലിന്റെ പെരുവിരലിലും പുരട്ടണം. ശേഷമുള്ള മിച്ചമുള്ള എണ്ണ അവന്റെ തലയിൽ ഒഴിക്കണം. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണമായി കാണുന്നത്, അല്ലേ? കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണമായി കാണുന്നത്. അതായത് നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ പുരോഹിതന്മാരെ അഭിഷേകം ചെയ്ത് കൊണ്ടുവരുന്ന കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്, രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത് കൊണ്ടുവരുന്ന കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ അവന്റെ കാതിലും കയ്യിലും ഒക്കെ രക്തം അടയാളമായിട്ട് വരുന്നുണ്ട്. അതായത് പുരോഹിതനെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുമ്പോൾ ചെയ്യുന്ന ആ സെയിം കാര്യമാണ്. അടുത്തത് അവന്റെ കാതിൽ അഭിഷേക തൈലം പുരട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് തലയിൽ അഭിഷേക തൈലം ഒഴിക്കുന്നുണ്ട്. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുമ്പോൾ തലയിൽ അഭിഷേക തൈലം ഒഴിക്കും. ഈ കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തില് ആത്മീയമായി ചിന്തിക്കുമ്പോൾ മറഞ്ഞിരിക്കുന്ന വലിയൊരു മർമ്മമുണ്ട്. ഈ കുഷ്ഠരോഗി ശുദ്ധീകരിക്കപ്പെട്ട് രംഗത്തേക്ക് വരുമ്പോൾ പുതിയ നിയമ ക്രിസ്ത്യാനികളായ നമ്മൾ ഈ വിഷയം ധ്യാനിക്കുമ്പോൾ ഗംഭീര വിഷയമാണിത്. അവനെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും രാജകീയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും കൊണ്ടുവരുന്ന രീതിയിൽ ഇത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇവിടെ ഈ 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കുഷ്ഠരോഗി ആരാ? എന്റെ മുമ്പിലിരിക്കുന്ന ഷാദനും അല്ല ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും, ഞങ്ങൾ 2 കുഷ്ഠരോഗികളാണ് ഈ 14-ാം അധ്യായത്തിൽ കാണുന്നത്. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങളാരും കുഷ്ഠരോഗികളല്ലായിരുന്നോ? ഞങ്ങൾ മാത്രമേ ഉള്ളൂ കുഷ്ഠരോഗികൾ. ഇവിടെ ഇരിക്കുന്ന എല്ലാം കുഷ്ഠരോഗികളായിരുന്നു. പാപം എന്ന കുഷ്ഠത്താൽ പിടിക്കപ്പെട്ട് പാളയത്തിന് വെളിയിൽ ആർക്കും വേണ്ടാതെ തള്ളപ്പെട്ട് കിടന്നവരാ നമ്മള്, അല്ലേ? പാപത്തിന് പിടിക്കപ്പെട്ട മനുഷ്യരായിരുന്നു. ഈ കുഷ്ഠരോഗിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ആരും ഒരു പാപിയല്ലേ? അതല്ലേ പുതിയ നിയമ വീക്ഷണം. അങ്ങനെ പാളയത്തിന് വെളിയിൽ ആർക്കും വേണ്ടാതെ കിടന്ന അവനെ ഇപ്പോ രംഗത്തേക്ക് കൊണ്ടുവരികയാണ്. ആ വിളിയും തെരഞ്ഞെടുപ്പും ഈ കുഷ്ഠരോഗി തിരിച്ചറിയണ്ടേ? കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ കാലത്തെ ചില കാര്യങ്ങൾ നമുക്കറിയാം. ശുദ്ധീകരണം പ്രാപിച്ചവർ എവിടെയെന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമില്ലേ? അവർ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടതും കൊടുക്കാത്തതുമായ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ആർക്കും വേണ്ടാതെ പാളയത്തിന് വെളിയിൽ പുറന്തള്ളപ്പെട്ട് കിടന്നവര് കർത്താവിന്റെ മഹാകരുണയാലും കൃപയാലും ഉദ്ധാരണം പ്രാപിച്ച് രംഗത്ത് വന്നിരിക്കുക. എന്നിട്ട് നന്ദിയില്ലാത്ത ഹൃദയത്തിന് ഉടമകളായി തീർന്നോ എന്നാണ് ചോദിക്കുന്നത്. അത് തന്നെയാണ് ഇന്നത്തെ കുഷ്ഠരോഗികളോട് എനിക്കും പറയാനുള്ളത്.
അങ്ങനെ പുറംപറമ്പിൽ കിടന്ന കുഷ്ഠരോഗികൾ, ആർക്കും വേണ്ടാതിരുന്ന കുഷ്ഠരോഗികൾ, അവരുടെ കാതിൽ ഇപ്പോൾ രക്തം അടയാളം വന്നിരിക്കുകയാണ്. ആ കാതിൽ ഇപ്പോൾ അഭിഷേക തൈലമാണ് വീണിരിക്കുന്നത്. ആ കയ്യിലേക്ക്, ആ കാലിലേക്ക് നോക്കുക. അവിടെ എങ്ങനെയാണ് കിഴുത്തിടാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. ഈ പറയപ്പെട്ട നിലയിൽ ആ കാതിൽ എങ്ങനെയാണ് കിഴുത്തിടാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. ചുമ്മാ കേവലം ഒരു കുണുക്കിന് വേണ്ടി നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ തിരിച്ചറിയാതെ, എത്ര ഉന്നതമായ വിളിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്, എത്ര ഉന്നതമായ വിളിയാണ്. പുറപ്പാട് ദിവസം 21 അധ്യായവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടെ ഈ കൂട്ടത്തിലുണ്ട്. അത് പറയാൻ ഞാൻ അധികം സമയം എടുക്കുന്നില്ല. അതായത് ഒരു എബ്രായ അടിമ യജമാനന്റെ വീട്ടിൽ നിന്ന് അവന് പോകാവുന്ന ഒരു സമയമുണ്ട്. 6 വർഷം സേവിച്ചിട്ട് അവന് പോകാം. 7-ാം വർഷം അവനെ സ്വതന്ത്രമായി വിടണം. എന്നാൽ ചില അടിമകൾ ആ സ്വാതന്ത്ര്യം വേണ്ട എന്ന നിലയിൽ യജമാനന്റെ വീട്ടിൽ തന്നെ പാർക്കാൻ ആഗ്രഹിക്കും. ആ ഒരു സമർപ്പണത്തിലേക്ക് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അടിമയെ യജമാനന്റെ വീടിന്റെ വാതിൽപ്പടിയേല് അവനെ ചേർത്ത് നിർത്തിയിട്ട് അവന്റെ കാതിൽ ഒരു സുഷിര ഇടും. അതായത് അതിനോട് ചേർത്ത് വെച്ച ഒരു സുഷിര ഇടും. അങ്ങനെ ഒരു സുഷിര ലഭിക്കപ്പെട്ട ഒരു അടിമയെ കണ്ടു കഴിഞ്ഞാൽ അർത്ഥം എന്താ? സ്വമേധയാ സമർപ്പിക്കപ്പെട്ട ഒരു അടിമയാണ് അവൻ. സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും പോകാതെ യജമാനനെ സേവിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ഒരു അടിമയാണ്. സ്വന്തം ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, സ്വന്തം താല്പര്യങ്ങൾക്ക് ഒരു പ്രാധാന്യമില്ല. യജമാനന്റെ ഇഷ്ടം മാത്രം മതി. ഞാൻ അവിടുത്തെ ദാസനാണ്, ഞാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അവിടുത്തെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് എന്ന മനോഭാവക്കാരനാണ് അവൻ. അവന് പരിഭവങ്ങളില്ല, അവന് അവകാശങ്ങളില്ല, അവന് ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളില്ല, അവനൊരു വാഗ്വാദമില്ല, ഒന്നുമില്ല. തുളയ്ക്കപ്പെട്ടവനാണ് അവൻ. അവൻ തുളയ്ക്കപ്പെട്ടവനാണ്. അപ്പോ ഈ കുഷ്ഠരോഗിയുടെ കാര്യത്തിലോ ഇവന്റെ മേലൊരു രാജകീയ വിളിയല്ലേ ഇപ്പൊ കാണുന്നത് നമ്മള്. രക്തമടയാളം, അഭിഷേക തൈലം പുരട്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, അവന്റെ തലയിലും അഭിഷേക തൈലം വീണിരിക്കുകയാണ്. ഇതെല്ലാം പുതിയ നിയമത്തിലേക്ക് വന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാ കാണുന്നത്? നമ്മെ പൗരോഹിത്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു, നമ്മെ രാജത്വത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ നാം രാജാക്കന്മാരാണ്, നാം പുരോഹിതന്മാരാണ്. വലിയ വിളിയാണ് നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത്, വലിയ വിളി. ഇത്രയും ഗൗരവമായ കാര്യം സമയമെടുത്ത് നമ്മളിങ്ങനെ ചിന്തിച്ചു. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കരുത്. ഇത് ചുമ്മാ പുസ്തകം മടക്കി വെച്ച് പോകരുത്. നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ പിന്നെയും തുറന്ന് ദൈവസന്നിധിയിൽ ധ്യാനിച്ച് ഈ വിഷയങ്ങളുടെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് വിളി എത്ര ഗംഭീരമാണെന്ന് മനസ്സിലാക്കണം. 70 ഏറിയാൽ 80. അതിനെക്കുറിച്ച് ഇന്നലെ എന്നാ നമ്മൾ ചിന്തിച്ച്? നൊടി നേരം. പിന്നെ എന്താ പറഞ്ഞത്? അല്പകാലം മാത്രം. അത്രയും സമയം. അതിൽ എന്റെ കാര്യം പറഞ്ഞാൽ നല്ല പങ്കും പോയി കഴിഞ്ഞു. ഇനി എത്രയോ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എത്രയോ മണിക്കൂറുകൾ കൗണ്ട് ചെയ്ത് എടുക്കാമായിരിക്കും. അത്യാവശ്യം കണക്കറിയാവുന്നവരൊക്കെ രംഗത്ത് വന്ന് കണക്ക് കൂട്ടിയാൽ കണക്ക് കൂട്ടാൻ പറ്റും. അത്രയൊക്കെ ഉള്ളൂ. എന്നിട്ടും പറയാ ഒരു കുണുക്കിട്ടോട്ടെ എന്ന്. ആകെ അല്പകാലം മാത്രമേ മുമ്പിലുള്ളൂ. പാട്ടുകാരൻ അന്നേരം പാടുക, മേഘം പൊങ്ങാറായിന്ന്, നിത്യകൂടാരത്തിലേക്ക് പോകേണ്ട സമയമായി എന്നൊക്കെയാ പാട്ടുകാരൻ പറയുന്നത്. പാടാൻ സമയമില്ല കേട്ടോ. പാടിയാൽ ഒക്കുകയില്ല, അതാ കുഴപ്പം. അല്ലേ പാടായിരുന്നു. പാടേണ്ടതല്ലേ ഇപ്പോ ആ കാര്യമൊക്കെ. മേഘം പൊങ്ങാറായിന്ന്, കൂടാരത്തിന്റെ കുറ്റികളൊക്കെ അറുത്തുമാറ്റി പറക്കേണ്ട സമയമായി. കാട്ടുപ്രാക്കൾ സംഘം പറക്കാൻ വെമ്പൽ കൊള്ളേണ്ടതിന് പകരം കുണുക്കിടുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറക്കാൻ പറ്റുമോ? ചിറക് സജ്ജമാണോ? കൊഴുപ്പ് പറ്റി അഥവാ ഫാറ്റി ഫുഡൊക്കെ കഴിച്ച് ലോകത്തിന്റെ ചിന്തകളിൽ ലോകത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്ത് ചിറകിന്റെ ബാലൻസ് തെറ്റി, അതിന്റെ വെയിറ്റും മെഷർമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തെറ്റി ഒരു പരുവത്തിലാണെങ്കിൽ എങ്ങനെ പറക്കുമെന്നാ ഈ പറയുന്നത്? പറക്കാൻ കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല പറക്കാൻ കഴിയുമെന്ന്. പറക്കാൻ കഴിയണമെങ്കിൽ മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടണം. സത്യവചനത്തിന് മുമ്പാകെ മുട്ടുമടക്കണം. അത്യുന്നതന്റെ സന്നിധിയിൽ ഭയത്തോടും വിറയലോടും ആയിരിക്കണം. നാം അവന്റെ സന്നിധിയിൽ ഭയത്തോടും വിറയലോടും ആയിരിക്കണം. ഈ കേൾക്കപ്പെട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണമായി മാറണം. നമ്മളെ ഒരുക്കുന്ന വചനങ്ങളായി മാറണം. നമ്മളെ പണിയുന്ന, പരുവപ്പെടുത്തുന്ന, നിത്യതയ്ക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നപ്പോഴുണ്ടല്ലോ സഹോദരങ്ങളെ, എന്റെ ഉള്ളിൽ ഒരു പ്രകമ്പനം ഉണ്ടായി, ഒരു പ്രകമ്പനം. കാരണം നാം പുതിയ നിയമത്തിന്റെ പുരോഹിതന്മാരാണെന്നൊക്കെ പറഞ്ഞ് മുൻപോട്ട് വന്ന ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു, നാം തന്നെയാണ് പുതിയ നിയമത്തിന്റെ മന്ദിരം, നാം തന്നെയാണ് പുതിയ നിയമത്തിലെ യാഗമൃഗം എന്നൊക്കെ പറഞ്ഞു വന്നില്ലേ? ആ പറഞ്ഞു വന്ന സമയത്ത് നാം സേവിക്കുന്ന ദൈവം ആരെന്നുള്ളൊരു ചിന്തയകത്തേക്ക് വന്നു. തേജോമയനായ ദൈവം, ആ ദൈവത്തിന്റെ മന്ദിരമാണിത്. ആ മന്ദിരം
അവിടത്തോട് ആലോചന ചോദിക്കാതെ എന്റെ തന്നിഷ്ടപ്രകാരം ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം ഇത് നാണം മറച്ച് മര്യാദയ്ക്ക് തൂത്തു തുടച്ച് കൊണ്ടു നടക്കുക എന്നുള്ള ഒറ്റ ഉത്തരവാദിത്വം എന്റെ മേലുള്ളൂ. അല്ലാതെ ഇത് അലങ്കരിച്ച് നാട്ടുകാരുടെ മുമ്പിൽ ഒരു പ്രദർശന വസ്തുവായിട്ട് ഷോക്കേസിൽ വെക്കാൻ അനുവാദമില്ല കേട്ടോ. ഷോക്കേസിൽ വെക്കാനുള്ള അനുവാദമില്ല, അതിനുള്ള ഒരു അനുവാദം തന്നിട്ടില്ല. ഒരു വാക്യോടെ വായിക്കാൻ പ്രേരണ വരുന്നു. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യം വായിച്ചുകൊണ്ട് 1-2 വാക്ക് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കാൻ പോവുകയാണ്. അതായത് അവിടെ നമ്മൾ വായിക്കുന്ന നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ. സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായവന്റെ ദാസൻ പറയുകയാണ്, കേട്ടോണം, ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്. ദഹിപ്പിക്കുന്ന അഗ്നിയായവന്റെ മന്ദിരമാണിത്. ആ മന്ദിരം വിശുദ്ധമാണ്, അതിവിശുദ്ധമാണ്. പരമപരിശുദ്ധൻ പാർക്കുന്ന അവന്റെ നിവാസമാണിത്. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാണ് 16-ഉം 17-ഉം വാക്യം അവസാനിക്കുന്നത്. എന്നിട്ട് 18-ാം വാക്യത്തിന്റെ ആദ്യത്തെ വരി മാത്രം ഒന്ന് വായിച്ചേ പാസ്റ്റർ ഷാജൻ. 18-ാം വാക്യത്തിന്റെ ആദ്യത്തെ ലൈൻ മാത്രം ഒന്ന് വായിച്ചേ. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. ഉപദേശിമാരായ ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ, എല്ലാവരോടും, ഭൂതലത്തിലുള്ള സകല മനുഷ്യരോടും, 7 വൻകരകളിലുള്ള സകല മനുഷ്യരോടും ഇത് തന്നെയാ പറയാനുള്ളൂ. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. 2 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിച്ചു, 16-ഉം 17-ഉം. നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നാം അവിടുത്തെ മന്ദിരമാണ്, അല്ലേ? നാം അവിടുത്തെ മന്ദിരമാണ്, വിശുദ്ധമായ മന്ദിരം, പർവ്വതത്തിലെ മാതൃക പ്രകാരം പണിയപ്പെടേണ്ട മന്ദിരം, അങ്ങനെ സഞ്ചരിക്കേണ്ട മന്ദിരം. അതിനെക്കുറിച്ചുള്ള ബോധമൊക്കെ നഷ്ടപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ ഓരോരോ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. ആ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഇവിടെ ഈ 18-ാം വാക്യം തുടങ്ങുന്നത്. എങ്ങനെയാ? ആരും തന്നെത്താൻ വഞ്ചിക്കപ്പെടരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വം അത്രേ. എങ്ങനെയാ? അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. നമ്മൾ ഭോഷന്മാരായി തീർന്നുകൊണ്ടല്ലേ സഹോദരങ്ങളെ ഇത് പ്രസ്താവിക്കുന്നത്? നമ്മൾ ഈ ലോകത്തിന്റെ ജ്ഞാനികളൊന്നുമല്ല, ഈ ലോകപ്രകാരം നമുക്കൊരു ബുദ്ധിയുള്ള ആൾക്കാരല്ല. നമ്മൾ സാധാരണക്കാർ, സാധുക്കളായ മനുഷ്യർ. പക്ഷെ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന കാര്യം കണ്ടോ? 16-ഉം 17-ഉം വാക്യത്തിൽ എന്താണോ പറഞ്ഞത്, അവിടെ ജീവനുള്ള ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നുണ്ട് ആ വാക്യത്തില്. അടുത്തത് നാം അവന്റെ മന്ദിരമാണെന്ന് കാണുന്നുണ്ട്. ആ മഹത്വം വെളിപ്പെടേണ്ട മന്ദിരമാണെന്നുള്ളതാണ് 2 വാക്യത്തിലൂടെ വെളിപ്പെടുന്നത്. എന്നിട്ട് 18-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ആരും തന്നെത്താൻ വഞ്ചിക്കരുതെന്ന്. ആ ലൈൻ കുറച്ച് താഴെയോ കുറച്ച് മുകളിലോ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി വേണേ എഴുതാൻ മേലെ. ശ്രദ്ധിക്കണം, ആരും തന്നെത്താൻ വഞ്ചിക്കരുതെന്നുള്ളത് ഇതിന്റെ ചേർത്ത് അതിന്റെ തൊട്ടടിയിൽ എഴുതേണ്ട ആവശ്യമുണ്ടോ? കുറച്ച് അപ്പുറം ഇപ്പുറയൊക്കെ എഴുതാമല്ലോ വേണമെങ്കിൽ. കൃത്യമായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധം അവിടെ തന്നെ അത് പ്ലേസ് ചെയ്ത് കണ്ടോ. വേറെ ഒരു ഇടത്ത് എഴുതേണ്ട കാര്യമല്ലെന്നേ അത്. സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം മനുഷ്യനെ കുറിച്ച്. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ നേരുള്ളവനായിരുന്നു, അങ്ങനെയാ സഭാപ്രസംഗിൽ എഴുതിയിരിക്കുന്നത്. പിന്നെയോ ബാക്കി എന്താ എഴുതിയിരിക്കുന്നത്? പിന്നെ അവൻ സൂത്രക്കാരനായിട്ട് മാറിയെന്ന്. നേരുള്ളവനായി ദൈവം സൃഷ്ടിച്ചു, അവൻ സൂത്രക്കാരനായിട്ട് മാറി. തോട്ടത്തിൽ നിന്ന് അവനെ പുറത്താക്കിയ സമയത്ത് അവന്റെ നാണം മറച്ച് പുറത്തേക്ക് വിട്ടു. അവനും അവന്റെ തലമുറകളും പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ പിന്നെ അവർക്ക് തോന്നി, പോരാ, ഇങ്ങനെയൊന്നും പോരാ. കാലങ്ങൾ, ചരിത്രങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, മനസാക്ഷി യുഗത്തിൽ എമ്പാടും നോക്കുമ്പോൾ, ന്യായപ്രമാണ യുഗത്തിലൊക്കെ നോക്കുമ്പോൾ അതൊന്നും പൂർണ്ണതയുള്ള കാലങ്ങളല്ല. എന്നാൽ ആ പൂർണ്ണതയിലേക്കുള്ള നടപ്പ് ആരംഭിക്കുന്നത് കാൽവറി മുതലാണ്, അല്ലെങ്കിൽ മാളികമുറി മുതലെന്ന് പറയാം. ആ പൂർണ്ണതയിലേക്ക് പിതാവ് സൽഗുണപൂർണനാണ്. ആ സൽഗുണപൂർണനായ പിതാവിനെ പോലെ സൽഗുണപൂർണരാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. കുണുക്കിട്ട് കുണുക്കാൻ വിളിക്കപ്പെട്ടവരല്ല. പിതാവ് സൽഗുണപൂർണനാണ്. ആ സൽഗുണപൂർണതയിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ വല്ല കാര്യങ്ങളും നമ്മിൽ ഉണ്ടോ എന്നുള്ളത് സ്വയശോധന ചെയ്യേണ്ട സമയമാണിത്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് എന്താ? അവൻ ദിവ്യ സ്വഭാവത്തിന് ഉടമയാണെന്നാണ്. ആ ദിവ്യ സ്വഭാവത്തിലേക്കാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് എന്താ? അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കണമെന്ന്. പുതിയ നിയമ വിശുദ്ധന്മാരോട് എന്താ പറയുന്നത്? തങ്ങളെ തന്നെ നിർമ്മലീകരിക്കണമെന്ന്. കഴിഞ്ഞ ദിവസത്തെ മെസ്സേജിൽ നമ്മൾ എന്താ കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് കണ്ടത്?
കൂടാരമായി ഭൗമഭവനം അഴിഞ്ഞു പോകാൻ പോവുകയാണ്, അഴിഞ്ഞു പോകുന്നു. ഫിലിപ്പി ലേഖനത്തിൽ എന്താ കണ്ടത്? ഇത് താഴ്ചയുള്ള ശരീരമാണെന്ന്. താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരാക്കും. അവങ്കിൽ ഈ പ്രത്യാശയുള്ളവർ, അതിനാഗ്രഹിക്കുന്നവർ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ. ഈ കേൾക്കപ്പെട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണമായി തീരട്ടെ, നമ്മെ ആ നിർമ്മലീകരണത്തിലേക്ക് നയിക്കുവാൻ ഉതകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.